السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد. احفظ لسانك أيها الإنسان لا يلدعنك أنه ثعبان كم في المقابر من لذيع لسانه كانت تهاب نزاله الشجعان. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ സർവലോക നിയന്താവായ നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകൾക്കും സാക്ഷിയായ സർവശക്തനായ അള്ളാഹുവിനെ അറിഞ്ഞും മനസ്സിലാക്കിയും സൂക്ഷിച്ചും അവൻ നമ്മെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ ജീവിതത്തിലുടനീളം ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഏകദേശം 6 വർഷങ്ങളോളമായി എല്ലാ മാസത്തിലെയും ആദ്യ തിങ്കളാഴ്ച ഇവിടെ നടന്നു വരുന്ന നമ്മുടെ കുടുംബ വിജ്ഞാന വേദിയുടെ ഒരു വാർഷിക ദിനത്തിലാണ് നമ്മൾ ഇന്നിവിടെയുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഒരു പരിപാടി ഇവിടെ തുടങ്ങുന്ന സന്ദർഭത്തിൽ അതിന്റെ ആമുഖങ്ങളിൽ ഈ നാട്ടിലുള്ള ആളുകളെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം ഇന്നെനിക്ക് ഓർമ്മ വരികയാണ്. എന്തു പ്രതിസന്ധികളും എന്തു പ്രയാസങ്ങളും എന്തു തടസ്സങ്ങൾ ഉണ്ടായാലും ഇതിവിടെ നിൽക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് നമ്മൾ ഏറ്റെടുക്കണം എന്ന് അന്ന് നമ്മൾ കൂട്ടായി തീരുമാനിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ആ ഒരു തീരുമാനം ഇപ്പോഴും ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മുടെ പ്രബോധന രംഗത്ത് അനുകൂലവും പ്രതികൂലവുമായ ഒട്ടനവധി സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടും നമ്മുടെ ഈ ദീനി പ്രവർത്തനം അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താലും തൗഫീഖിനാലും ഇവിടെ നിലനിൽക്കുവാൻ പറ്റിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതിന്റെ പ്രയോജനങ്ങൾ ഇതിന്റെ സംഘാടകർക്കോ
അല്ലെങ്കിൽ ഇവിടെ ക്ലാസ് എടുത്ത പ്രഭാഷകന്മാർക്കോ ഒന്നും ചിന്തിക്കുവാൻ കഴിയാത്തത്ര വലിയ ഫലങ്ങൾ ഒരുപക്ഷെ ഇതിനുണ്ടായിട്ടുണ്ടായിരിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഞാൻ ഇവിടേക്ക് വരുന്ന സന്ദർഭത്തിൽ എൻ്റെ പെരിന്തൽമണ്ണക്കാരനായ നമ്മുടെ ഈ സീഡികൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, ഇവിടെ റെക്കോർഡിങ്ങിന് ഇപ്പോഴും വരാറുണ്ടോ എന്നാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ കഴിഞ്ഞ 6 വർഷമായിട്ടും ഈ പരിപാടി ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പം ഞാൻ ഓർക്കുന്നത്, ഇന്ന് ഗൾഫിലും നാട്ടിലുമുള്ള ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇവിടെ നിന്ന് നമ്മൾ കേട്ട പ്രഭാഷണങ്ങൾ ബാക്കിയുള്ള ആളുകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രഭാഷണം ഒരു ദിവസത്തിലോ അല്ലെങ്കിൽ ഈ സമയത്തിലോ മാത്രം പരിമിതമല്ല. ഒരുപക്ഷെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനപ്പുറത്തും ഒരുപക്ഷെ ഈ നന്മകൾ നിലനിന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രഭാഷണം നടത്തിയവർക്കും ഇത് സംഘടിപ്പിച്ചവർക്കും ഇത് വളരാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചവർക്കുമെല്ലാം അള്ളാഹു തക്കതായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ആത്മവിശുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്നിവിടെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യാനുള്ളത്. നമ്മുടെ നാവുകളെ സൂക്ഷിക്കുന്നതിനെ കുറിച്ചാണ് ഒരല്പസമയം പറയാനുള്ളത്. ചില തെറ്റുകൾ എല്ലാവരിലും ഒരു പരിധിവരെ എല്ലാവരിലും സംഭവിച്ചു പോകാൻ ഇടയുള്ള 2 തെറ്റുകളിൽ ഒന്നാണ് നാവിലുള്ള സംഭവിക്കുന്ന തെറ്റുകളും നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ വരുന്ന തെറ്റുകളും ആരിലും സംഭവിച്ചു പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു മനസ്സാക്ഷിക്കുത്തോടുകൂടെ മാത്രമേ യഥാർത്ഥത്തിൽ ഇത്തരൊരു വിഷയം എനിക്കും നിങ്ങളോട് പറയാനാവുകയുള്ളൂ. എൻ്റെ നാവിനെ, എൻ്റെ നാവ് കൊണ്ടുള്ള എൻ്റെ നന്മകളെയും തിന്മകളെയും പരിപൂർണമായും ഞാൻ എനിക്ക് വിധേയമാക്കിയിട്ടുണ്ട്, സൂക്ഷിക്കുന്നുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരിക്കലും ഈ വാക്കുകൾ എനിക്കിവിടെ പറയാൻ സാധ്യമല്ല. തങ്ങളുടെ നാവ് താടിയല്ലുകൾക്കിടയിലുള്ളതും അതേപോലെ തന്നെ ഗുഹ്യസ്ഥാനങ്ങൾക്കിടയിൽ തൻ്റെ തുടകൾക്കിടയിലുള്ളതും ഗുഹ്യസ്ഥാനത്തെയും ആര് സൂക്ഷിക്കുമെന്ന് എനിക്ക് ജാമ്യം നിൽക്കുന്നുവോ അല്ലുമനു ലഹുൽ ജന്ന എന്നാണ്, സ്വർഗം തരാം, അതിന് ഞാൻ ജാമ്യം നിൽക്കാം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു ഹദീസ് മുൻനിർത്തി ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ എത്ര സൂക്ഷിച്ചാലും ഒരു പക്ഷേ നാം അറിയാതെ പതറിപ്പോകുന്ന, വീണുപോകുന്ന, ജീവിതത്തിന്റെ ആത്മീയ ജീവിതത്തിൽ നിരാശപ്പെട്ടു പോകുന്ന, അങ്ങേയറ്റത്തെ മനോവേദന അനുഭവിക്കുന്ന ചില വിഷയങ്ങളാണ് നമ്മുടെ നാവും അതേപോലെ തന്നെ നമ്മുടെ സ്വകാര്യ ജീവിതവും എന്ന് പറഞ്ഞാൽ. പലപ്പോഴും ഒരു വാക്കിന്റെ പേരിൽ അത്യധികമായി കാലങ്ങളോളം നമ്മൾ ദുഃഖിക്കേണ്ടി വരാറുണ്ട്. സ്വന്തം മാതാവിനോട് പറയാൻ പറ്റാത്തൊരു വാക്ക് പറഞ്ഞുപോയാൽ, പിതാവിനോട് പറയാൻ പറ്റാത്തൊരു വാക്ക് പറഞ്ഞുപോയാൽ, വർഷങ്ങളോളം ഒന്നിച്ചു ജീവിക്കുന്ന സഹോദരങ്ങൾക്കിടയിലുള്ള ആത്മബന്ധങ്ങളെ തകർക്കുന്ന ഒരു വാക്ക് വന്നുപോയാൽ നമുക്ക് എന്തുമാത്രം വേദനയുണ്ടാകും. ഈ സന്ദർഭത്തിൽ പറയുന്നത് അനൗചിത്യമാണോ എന്ന് എനിക്കറിയില്ല. ഒരു വാക്കിന്റെ വേദന ചെറുതായി മനസ്സിൽ പേറിക്കൊണ്ടാണ് ഞാൻ ഇപ്പോൾ പോലും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ ഈ മഞ്ചേരി ടൗണിലെ ഒരു പള്ളിയിൽ മഗ്‌രിബ് നമസ്കാരത്തിന് വേണ്ടി കുറച്ചു നേരത്തെ എത്തി. ഞാൻ ഒളുവെടുത്തുക്കാൻ വേണ്ടി ഒളുവിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ വളരെ കാര്യം എനിക്കടുത്ത് പരിചയമുള്ള, വളരെ ആത്മബന്ധം പുലർത്തിയ ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ വളരെ ആഗ്രഹത്തോടെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതിന്റെ ഓർമ്മ പുതുക്കാനും സന്തോഷം പങ്കിടാനും, ഞാൻ അപൂർവം ചില ആളുകളുടെ പേരേ എനിക്ക് ഓർമ്മയുണ്ടാവാറുള്ളൂ, പക്ഷെ ആ സുഹൃത്തിനോട് അത്രയും ബന്ധമുള്ളത് കൊണ്ട് എനിക്ക് ആ പേര് ഓർമ്മയുണ്ട്. ഞാൻ ആ പേര് വിളിച്ച് അദ്ദേഹത്തെ കൈപിടിച്ച് അയാൾ ഇരിക്കുന്നിടത്ത് എഴുന്നേൽപ്പിച്ച് ഒന്ന് അടുത്തുകൂട്ടി പിടിച്ച് ലോകം പറയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, വല്ല ജിന്ന് മീറ്റിംഗ് ഉണ്ടോ ഇവിടെ വരാൻ എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. ആ ചോദ്യം അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ബന്ധം ഒരുപക്ഷെ ഒരു മറുപടിയിലൂടെ ഞാൻ അവിടെ അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിത്തീർന്നു. കാരണം തികച്ചും ഒരിക്കലും നമ്മൾ കേൾക്കാൻ പാടില്ലാത്ത ഒരാരോപണം ഒരു നല്ല സമയത്ത് കേൾക്കുമ്പോൾ എത്ര വേദന എനിക്കുണ്ടാവും. അതിനുശേഷം അദ്ദേഹത്തോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ആലോചിച്ചെങ്കിലും ഞാൻ എന്നെ നിയന്ത്രിച്ചു. പക്ഷെ എന്നോട് അദ്ദേഹം വീണ്ടും ചായ കുടിക്കണ്ടേ എന്ന് അടുത്ത ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചായ കുടിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്നാണ്. ആ വാക്ക് പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ വാക്ക് എൻ്റെ അടുത്ത് സംഭവിച്ചു പോയപ്പോഴും ചെറിയൊരു വേദന ഇപ്പോഴും ഞാനത് പറഞ്ഞല്ലോ എന്ന് എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പറയുന്നത് ജീവിതത്തിന്റെ ഏതു നിമിഷങ്ങളിലും നമ്മുടെ വാക്കുകൾ നമുക്ക്
ഒരുപക്ഷേ നമുക്ക് നിയന്ത്രണ വിധേയമാകാതെ വന്നേക്കാം. പക്ഷേ സഹോദരങ്ങളെ, ആ രംഗത്തുള്ള സൂക്ഷ്മത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മുആദ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചതാണ്, നബിയെ, നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ പറഞ്ഞു തരണങ്ങൾ, നരകത്തുനിന്ന് മോചനം നേടാനുള്ള വഴി. അതിനല്ലേ സഹോദരങ്ങളെ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടത്? അതിന് തന്നെയല്ലേ ആ ചോദ്യം ചോദിച്ചു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, അതിനെല്ലാറ്റിനും പറ്റുന്ന ഒരു കാര്യം നിനക്ക് പറഞ്ഞുതരാം. നിന്റെ ജീവിതം മുഴുവനും സൂക്ഷ്മത നിറഞ്ഞതാക്കാൻ, സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കാൻ, നിന്റെ ജീവിതത്തെ തിന്മകളിൽ നിന്ന് നിനക്ക് നിയന്ത്രണ വിധേയമാക്കാനുള്ള മാർഗം നിന്റെ ഈ നാവിനെ നീ സൂക്ഷിക്കുക എന്ന് നാവിനെ പിടിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തിരിച്ചു വെച്ചു, നബിയെ, നാവിനെ പിടിച്ച് വെച്ചാൽ, നാവിനെ തടഞ്ഞു വെച്ചാൽ പിന്നെ എങ്ങനെ സംസാരിക്കുമെന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പ്രതികരിച്ചു, സഖലത്തുക ഉമ്മുക യാ മുആദ്, സഖലത്തുക ഉമ്മുക യാ മുആദ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹൽ യകുബ്ബുന്നാസു ഫിന്നാരി അലാ വുജൂഹിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, വഹൽ യകുബ്ബുന്നാസു ഫിന്നാരി അലാ വുജൂഹിഹിം, മുആദേ, ആളുകൾ നരകത്തിൽ മുഖം കുത്തി വീഴുന്നത് ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അവിടെ നാവുകൾ സമ്പാദിച്ചത് കൊണ്ടല്ലേ, നാവുകൾ കൊയ്തെടുത്തത് കൊണ്ടല്ലേ അവർ നരകം വാങ്ങുന്നത്. നരകത്തിൽ കിടക്കുന്ന മഹാഭൂരിപക്ഷം ആ നരകത്തിലേക്ക് എത്തിച്ചേർന്നത് അവിടെ നാവുകളും വാക്കുകളും നിയന്ത്രിക്കാഞ്ഞിട്ടല്ലേ മുആദേ എന്ന് മുആദിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നരകത്തുനിന്ന് അകലവും സ്വർഗത്തിലേക്കുള്ള അടുപ്പവുമാണ് മോഹിക്കുന്നതെങ്കിൽ നമ്മുടെ നാവുകളെ സൂക്ഷിച്ച് സൂക്ഷ്മതയോടെ ഉപയോഗിക്കണമെന്നത് നമ്മൾ അറിയേണ്ട, നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ ഒരു സന്ദേശമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ട കാര്യം സഹോദരങ്ങളെ, എല്ലാം എഴുതി വെക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാം ഒരു ഭാഗത്ത് മിണ്ടാതെ നല്ലത് ചിന്തിച്ചിരുന്നാൽ അപകടമൊന്നുമില്ല. പക്ഷെ അടുത്തൊരാൾ വന്നിരുന്നാൽ നമ്മൾ സംസാരം തുടങ്ങി, ഒരു കൂട്ടായ്മയിൽ ചേർന്നാൽ നമ്മൾ സംസാരം തുടങ്ങി, വീട്ടിൽ ചെന്നാൽ നമ്മൾ സംസാരം തുടങ്ങി. എവിടെയെല്ലാം മറ്റൊരുത്തനെ കാണുന്നുവോ അവിടെയെല്ലാം നമ്മുടെ വാക്കുകൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ സംസാരങ്ങൾ എത്രയാണ് ഞാനും നിങ്ങളും സംസാരിച്ചത്? ഞാൻ ഇന്നൊരു മണിക്കൂർ സംസാരിക്കുന്നതിന് സഹോദരങ്ങളെ എത്ര മെമ്മറി വേണം അത് റെക്കോർഡ് ചെയ്യാൻ? ഞാൻ ജനിച്ചിട്ട് കരഞ്ഞത് മുതൽ മരിക്കുന്നത് വരെയുള്ള എന്റെ വാക്കുകൾ മുഴുവനും റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാക്കുകൾ, എന്റെ എല്ലാ വാക്കുകളും റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. ആ മുഴുവൻ വർത്തമാനങ്ങളും രണ്ടാമതൊന്ന് റീപ്ലേ ചെയ്ത് എന്നോടൊരു ചോദ്യം ചോദിക്കും എന്നതാണ് പരലോകത്തെ വിചാരണയെങ്കിൽ എന്തുമാത്രം ഭയാനകമായിരിക്കും ആ നൃത്തമെന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരവസ്ഥയിലും, സന്തോഷത്തിലും ദുഃഖത്തിലും ദേഷ്യത്തിലും കോപത്തിലും നന്മയിലും തിന്മയിലും എല്ലാം പറഞ്ഞ വർത്തമാനങ്ങളെ ആവർത്തിച്ചു കേൾപ്പിച്ചുകൊണ്ട് നമ്മളോട് ആ വർത്തമാനത്തിലെ നന്മ തിന്മകളെ അരിച്ചു പെറുക്കി വിചാരണ ചെയ്യുന്ന ഒരു നാൾ വരുമ്പോൾ ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുക വർത്തമാനങ്ങളെ കൊണ്ട് തന്നെയായിരിക്കും. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ശരീരത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥകളെ കുറിച്ച് ഇന്നു ശാസ്ത്രത്തിന് പോലും കണ്ടെത്താൻ പറ്റാത്ത അതീവ സൂക്ഷ്മമായ ശരീരഘടനകളെ കുറിച്ച്, അവസ്ഥകളെ കുറിച്ച് നിസ്സാരമായ ഒരു ബീജഗണത്തിൽ നിന്ന് സൃഷ്ടിച്ചു കൊണ്ടുവന്ന പടച്ച തമ്പുരാന് നമ്മെ കുറിച്ച് അറിയുന്നതിനേക്കാളും ആർക്കാണ് അറിയുക? വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവന്റെ മനസ്സു മന്ത്രിക്കുന്നത് നമ്മൾ അറിയും. അവന്റെ മനസ്സ് ഒരു കാര്യം പറഞ്ഞോ പറഞ്ഞില്ലയോ, ചെയ്തോ ചെയ്തില്ലയോ, ചിന്തിച്ചോ ചിന്തിച്ചില്ലയോ എന്ന അവസ്ഥ പോലും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കും. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ജീവനാഡിയേക്കാളും അവനോടടുത്തു നിൽക്കുന്നവനാകുന്നു ഞാൻ. ഇത് യതലക്കൽ മുതലഖിയാനി അനിൽ യമീനി വ അനിശ്ശിമാലി ഖഈദ്. ഇത് യതലക്കൽ മുതലഖിയാനി, രണ്ടേറ്റെടുക്കുന്നവർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. അനിൽ യമീനി വ അനിശ്ശിമാലി ഖഈദ്,
ഇടതുഭാഗത്തും വലതുഭാഗത്തും നന്മ രേഖപ്പെടുത്താനും തിന്മ രേഖപ്പെടുത്താനും വളരെ കൃത്യമായി ഏറ്റെടുക്കുന്ന രണ്ടാളുകൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടാണ് അല്ലാഹു പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞു ഒന്നുകൂടെ ചിന്തിക്കൂ സഹോദരങ്ങളെ. നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അവന്റെ മനസ്സിന്റെ മന്ത്രം അറിയുന്നവനാണു ഞാൻ. രണ്ടേറ്റെടുക്കുന്നവരെ അവന്റെ വാക്കുകൾ എഴുതാൻ ഞാൻ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നു, മായൽ ഫിലുമിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മായൽ ഫിലുമിൻ ഖൗലിൻ, ഒരു വാക്കും തന്നെ, യാതൊരു വാക്കും തന്നെ അവൻ ഉച്ചരിക്കുന്നില്ല. മായൽ ഫിലുമിൻ ഖൗലിൻ, ഒരു വാക്കും അവൻ ഉച്ചരിക്കുന്നില്ല. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, എല്ലാം കേട്ടും നിരീക്ഷിച്ചും കൊണ്ടിരിക്കുന്നവൻ അവന്റെ അടുത്തുണ്ടായിക്കൊണ്ടല്ലാതെ അവൻ ഒരു വാക്കും ഉച്ചരിക്കുന്നില്ല. സഹോദരങ്ങളെ, നാം ശ്രദ്ധയോടെ കേൾക്കണം. 70 കൊല്ലം ജീവിച്ചാലേ 70 കൊല്ലത്ത് നമ്മുടെ ഓഡിയോ പരലോകത്ത് കൊടുത്തിട്ട് ചോദിക്കുന്ന പറയണത്. അത് ചെറിയ ചോദ്യമല്ല, ചെറുതും വലുതൊന്നും കണക്കാക്കേണ്ട സഹോദരങ്ങളെ, എല്ലാം ഉണ്ട്. അണുമണി തൂക്കം നന്മ ചെയ്തുവോ അതവിടെ കാണും, അണുമണി തൂക്കം തിന്മ ചെയ്തുവോ അതവിടെ കാണും. അങ്ങനത്തെ ഒരു വിചാരണക്ക് മുന്നിൽ നിൽക്കുമ്പോ സഹോദരങ്ങളെ പേടിക്കേണ്ടത് എന്താ? വർത്താനം തന്നെ. യാതൊരു സംശയമുണ്ട്. ചിലപ്പോൾ ഈ വിഷയങ്ങൾ പല പ്രാവശ്യം കേട്ടതും ആലോചിച്ചതൊക്കെ ആവും. പക്ഷെ ഞാനിപ്പോ ഈ വിഷയം പറഞ്ഞ ആളുമാണ്. പക്ഷെ ഇതിനു വേണ്ടി ഞാൻ ചിന്തിച്ചപ്പോ എനിക്ക് വല്ലാത്തൊരു ബേജാറ് തോന്നിയത്, വർത്തമാനത്തെക്കാളും വാക്കിനേക്കാളും സഹോദരങ്ങളെ നാളെ പരലോകത്ത് നമുക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന മറ്റൊന്നില്ലാന്ന്. വാക്കിൽ തിന്മകളില്ലെങ്കിൽ സ്വർഗം നമുക്ക് പ്രതീക്ഷിക്കാം. വെറുതെ പറഞ്ഞല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വളരെ കണിശതയോടെയും കൃത്യതയോടുകൂടെയും നമ്മൾ ആ കാര്യം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് സഹോദരങ്ങൾ. അതിന്റെ പ്രതിഫലനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ വലുതാണ്. വാക്ക് ശ്രദ്ധിച്ചുപയോഗിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതം തന്നെ സന്തോഷകരവും ആനന്ദകരമായിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്തെങ്കിലും ഇപ്പൊ നമ്മളെ ഭാര്യയോടോ മക്കളോടോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ ഒക്കെ അടിസ്ഥാന കാരണം വാക്കാണ്. എന്നോട് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വീഴും, ഞാൻ വർത്താനം പറഞ്ഞ പ്രശ്നം. അതാണ് മക്കളുമായിട്ടുള്ള തന്റെ മകൻ നന്നാവാത്തതിന്റെയും മകൾ നന്നാവാത്തതിന്റെയും കാരണങ്ങളെ കുറിച്ച് പറയുമ്പോൾ വാപ്പാര് പറയും എനിക്ക് വർത്താനം പറഞ്ഞോടത്ത് എനിക്കൊരു ശ്രദ്ധയില്ല, അതെന്റെ പ്രശ്നം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ദേഷ്യം പറഞ്ഞ് ഞാൻ എന്തേലും വിളിച്ചത്. അതുകൊണ്ട് എന്റെ കുട്ടികൾക്കൊക്കെ എന്നോട് ദേഷ്യമാണ്. നോക്ക്, നിങ്ങൾ വാക്ക് നന്നാകാത്ത പ്രശ്നം തന്നെയല്ലേ. സ്വന്തം ഭാര്യയോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല സഹോദരങ്ങൾ. ഞാൻ എപ്പോഴും പറയും, എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ എന്നോട് എനിക്കത് വലിയ അത്ഭുതകരമായി തോന്നിയ കാര്യം, ആരോട് വർത്താനം പറഞ്ഞാൽ നമ്മളെ മനസ്സ് അടുക്കുകയാണല്ലോ ചെയ്യുന്നത്. ഒരു പരിചയമില്ലാത്തവരുത്തെ നമ്മൾ ബസ്സിൽ അടുത്ത് നമ്മളെടുത്ത് വന്നിരുന്നാൽ ഓരോ നമ്മൾ വർത്താനം പറഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞ് അവൻ ഇറങ്ങുമ്പോഴേക്കും അവന്റെ ഫോൺ നമ്പർ വാങ്ങിയിട്ട് നമ്മൾ അവനെ പറഞ്ഞേക്കുള്ളൂ. എന്നാ നോക്ക്, നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ആലോചിച്ച് നോക്ക്. നിങ്ങൾ സ്വന്തം വീട്ടിൽ ഏറ്റവും അധികം നമ്മുടെ കുട്ടികളെ മുഴുവൻ കെട്ടിച്ചു പോയാലും എല്ലാ തിരക്കും കഴിഞ്ഞ് നീക്കാൻ വയ്യാതായാലും നമുക്ക് വർത്താനം പറയാനുള്ളതാണ് നമ്മളെ ഭാര്യ. അവളോടൊന്ന് വർത്താനം പറഞ്ഞു നോക്കും നിങ്ങൾ. ഒന്നാമത്തെ വാചകം കുഴപ്പമുണ്ടാവില്ല, രണ്ടാമത്തെ വാചകം പറഞ്ഞാൽ അല്പം ദേഷ്യത്തിലായി, മൂന്നാമത്തെ വാചകം പറയുമ്പോൾ അടിയും തല്ലും എല്ലാ പ്രശ്നമായി. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ വാക്കന്നല്ലേ പ്രശ്നം, വാക്കന്നല്ലേ സഹോദരങ്ങളെ പ്രശ്നം. ഖുർആൻ പറഞ്ഞത് എത്ര സത്യമാണ്. വാക്ക് നന്നായ ഒക്കെ നന്നാവുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹു, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദാ. സദീദായ വാക്കു നിങ്ങൾ പറയണം, സദീദായ വാക്കു നിങ്ങൾ പറയണം. നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം കൃത്യമായി മനസ്സിലാകത്തക്ക വിധത്തിലുള്ള വാക്ക്. അതിൽ സംശയങ്ങളോ നിങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് തെറ്റായ ഊഹങ്ങളോ സംഭവിക്കുമാറുള്ള അവ്യക്തതകളോ അപൂർണതകളോ നിങ്ങളുടെ വാക്കിനുണ്ടാവരുത്. എന്നാൽ നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച സന്ദേശത്തിനപ്പുറം അവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതോ അവന്റെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്നതോ ആയിക്കൂടാം. അധികമാകാത്ത വാക്ക്, കുറവ് വരാത്ത വാക്ക്, മിതത്വത്തിന്റെ നന്മയുടെ വാക്ക്, അത് നിങ്ങൾ പറഞ്ഞാൽ യുസ്ലിഹു ലക്കും അഅ്മാലക്കും, യുസ്ലിഹു ലക്കും അഅ്മാലക്കും, അവൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കി തരും. നല്ല വാക്കു പറയാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവൻ നന്നാക്കി തരും.
യുസ്ലിഹു ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പൊറുത്തു തരും. പാപങ്ങൾ പൊറുക്കുന്ന ജീവിതം മൊത്തം നന്നാകുന്നതാണ് നല്ല വാക്ക്. അതുകൊണ്ട് പ്രവാചകരെ പറയണം, വക്കുല്ലി ഇബാദി, എന്റെ അടിമകളോട് പറയൂ പ്രവാചകരെ, യഖൂലുല്ലതീ ഹിയ അഹ്സൻ, യഖൂലുല്ലതീ ഹിയ അഹ്സൻ, ഏറ്റവും നല്ല വാക്ക് അവർ പറഞ്ഞുകൊള്ളട്ടെ. ഇന്നശ്ശൈത്താന യൻസഉ ബൈനഹും, പിശാച് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നവനാണ് പിശാച്. ശൈത്താൻ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വാക്കുപയോഗിച്ചിട്ടാണ്. അവിടെ നല്ലത് പറയാൻ തീരുമാനിച്ചാൽ എന്റെയും ഭാര്യയുടെയും പ്രശ്നം ഉണ്ടാക്കാൻ ശൈത്താന് പറ്റൂല. നല്ലതേ പറയുള്ളൂ ഞാൻ തീരുമാനിച്ചാൽ എന്റെ വാപ്പനെ ഇമ്മനേറ്റൊരു പിണക്കമുണ്ടാക്കാൻ എന്നോട് പറ്റൂല. സഹോദരങ്ങളെ, ആ വാക്ക് നന്നാവാത്തതിന്റെ പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. സഹോദരങ്ങളെ, ഒന്നാണ് ശ്രദ്ധിച്ച്, ഇനി ഞാൻ നല്ലതേ പറയുള്ളൂ എന്നൊരുത്തനാണ് തീരുമാനിച്ചാൽ ആ ഒരു വാക്കിന് അതിൻ്റെതായ വ്യത്യാസങ്ങൾ ശരിക്കുണ്ടാവും. ഈ പരലോകത്ത് ചെല്ലുമ്പോ തന്നെ എന്താ വെച്ചാൽ വാക്കുകളുടെ പ്രതിഫലനങ്ങളെ കുറിച്ച് മനുഷ്യന് ഊഹിക്കുന്നതിലേറെ വലിയ പ്രതികരണങ്ങളാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഹദീസ് പറയുന്നത്, ഇന്ന റജുല യതകല്ലം ബികലിമത്തിൻ മിൻ റിദ്വാനില്ല, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്ന ഒരു വാക്ക് ഒരു മനുഷ്യൻ പറഞ്ഞു, ഒരു നല്ല വാക്ക്, ഒരാൾക്ക് ആശ്വാസം പകരുന്ന വാക്ക്, അല്ലെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഒരു വാക്ക്, ഒരു നല്ല വാക്ക് നമ്മുടെ വായിൽ നിന്ന് വന്നാൽ യർഫഉല്ലാഹു ബിഹാ ദറജാത്ത്, അതുകൊണ്ട് അവനെ അള്ളാഹു പദവികൾ ഉയർത്തും. ഫഇന്ന റജുൽ ലയതകല്ലമു ബിൽ കലിമ മിൻ സഖ്തില്ലാ, അള്ളാഹുവിന്റെ കോപം കിട്ടുന്ന ഒരു വാക്ക് ഒരുത്തൻ പറഞ്ഞാൽ ലാ യുൽഖാ ലഹാ ബാലൻ, ഒരു വിലയും ആ വാക്കിന് അവൻ കൽപ്പിച്ചില്ല, അങ്ങനെ പറഞ്ഞു പോയതാണ്. നല്ല വാക്ക് പറഞ്ഞപ്പോഴും ചീത്ത പറഞ്ഞ വാക്ക് പറഞ്ഞപ്പോഴും പറഞ്ഞ വാക്കിന്റെ ഗൗരവമൊന്നും അവൻ എന്തിട്ടില്ല, വിചാരിച്ചിട്ടില്ല. പക്ഷേ അവൻ ആ ഒരു വാക്ക് കൊണ്ട് നരകത്തിലെത്തുന്നു. നമ്മൾ ശ്രദ്ധിക്കാതെ പറയുന്ന ഒരു വാക്ക് നരകത്തിലേക്ക് നയിക്കാം. നാം ശ്രദ്ധിക്കാതെ പറയുന്ന ഒരു വാക്ക് ഒരു പക്ഷേ സഹോദരങ്ങളെ സ്വർഗത്തിലേക്ക് നമ്മളെ ഉയർത്തുകയും ചെയ്യാന്നാണ്. അത്ര പ്രതിഫലനങ്ങൾ ഇഹലോകത്തും പരലോകത്തും ഒരു വാക്കിനുണ്ട് എന്നാണ്. അപ്പൊ സംസാരത്തിന്റെ ഒരു അവസ്ഥ ശരിക്കും മനസ്സിലാക്കിയാൽ എന്താ ഉണ്ടാകുക സഹോദരങ്ങളെ? ചിലപ്പോ ചില ആളുകൾ എന്ത് ചെയ്യും, മിണ്ടാതിരിക്കാൻ തീരുമാനിക്കും. അത് നല്ല തീരുമാനം. സംസാരിക്കാതിരിക്കാൻ തീരുമാനിക്കുക, നല്ലത് പറയേണ്ടെന്നല്ല. നമ്മുടെ സംസാരത്തിൽ അപകടങ്ങളാണ് അധികം വരുന്നതെങ്കിൽ മിണ്ടാതക്കൽ തന്നെയാണ് നല്ലത്. നബി സ്വല്ലല്ലാഹു പറഞ്ഞല്ലോ, ഈമാൻ ഉള്ളവനൊരു തീരുമാനമാണ്, പടച്ചോനെ കുറിച്ചും പരലോകത്തെ കുറിച്ചൊക്കെ പേടില്ലോ എന്നാ ഞാൻ പറയണില്ല എന്ന് തീരുമാനിക്കും. അള്ളാഹുവിലും പരലോകത്തിലും ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അവൻ നല്ലത് പറയാ, പറഞ്ഞ വാക്കുകളെല്ലാം നന്മ നിറഞ്ഞതാണെന്ന് അവൻ ഉറപ്പുവരുത്തുക. അതല്ലെങ്കിലോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അപ്പൊ സഹോദരങ്ങളെ, മിണ്ടാതിരിക്കാന്നാണ് അടിസ്ഥാനം. മിണ്ടണ്ടാ തീരുമാനിക്കുക, അതാണ് നമ്മുടെ വർത്തമാനത്തിലുള്ള പാപങ്ങൾ കുറക്കാനുള്ള ഏറ്റവും വലിയ പരിഹാര മാർഗം എന്താ വെച്ചാൽ മിണ്ടണ്ടാ തീരുമാനിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, സംസാരിക്കണ്ടെന്ന് തീരുമാനിച്ച ആള് സംസാരിക്കുമ്പോൾ സംസാരിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ആ സംസാരിക്കുന്ന കാര്യം നന്മയാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവൻ പറയാന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ പറയുന്ന അധിക കാര്യത്തിലും നിങ്ങൾക്കൊരു ഗുണമില്ലാത്ത വർത്തമാനാണ്. ഇതൊക്കെ ഖുർആന പറയുന്നത്. നമ്മളെ സംസാരം ഒരു ദിവസത്തെ കംപ്ലീറ്റ് സംസാരം നിങ്ങൾക്ക് മെമ്മറി അധികം നിങ്ങളെ ഫോണിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഓണാക്കിയിട്ട് രാവിലെ തന്നെ നമ്മൾ പോണോടത്തും വരുന്നോടത്തും പറയണത് ഒക്കെയാണ് കേൾക്കയില്ല. എന്നിട്ട് എന്ത് ചെയ്യാൻ, ഒന്നാണ് ഇരുന്ന് ഉറങ്ങാൻ സമയത്ത് എന്ത് ചെയ്യാ, നമ്മൾ പറഞ്ഞ വർത്താനം ഒക്കെ ഒന്ന് കേട്ടു നോക്കുക. നിങ്ങൾക്ക് ഈ ആയത്ത് സത്യം മനസ്സിലാവും. ലാ ഖൈറ ഫീ കതീരിൻ മിൻ നജ്വാഹും, ലാ ഖൈറ ഫീ കതീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസ്സദഖത്തിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. ലാ ഖൈറ ഫീ കതീരിൻ മിൻ നജ്വാഹും, നിങ്ങളുടെ രഹസ്യ സംസാരങ്ങളിൽ സംഭാഷണങ്ങളിൽ അധികവും നിങ്ങൾക്ക് നന്മകളില്ല. ഇല്ലാ മൻ അമറ ബിസ്സദഖത്തിൻ, ഒരു ദാനം നൽകുവാൻ വേണ്ടി കൽപ്പിച്ച വാക്കൊഴികെ, അല്ലെങ്കിൽ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി സംസാരിച്ച സംസാരങ്ങളും ഒഴികെ. അല്ലാഹ് പറയാണ്, നിങ്ങൾ സ്വകാര്യം ഇരുന്ന് വർത്താനം പറഞ്ഞു, ആ വർത്താനത്തിനൊന്നും നന്മല്ല. അധിക സംസാരങ്ങളും സഹോദരങ്ങളെ നമുക്ക് പ്രതികൂലമായിരിക്കും നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ശരിക്കും ഉൾക്കൊണ്ടാ മിണ്ടാതൊക്കെ ചെയ്യാം. അപ്പൊ അടിസ്ഥാനപരമായി അധികം സംസാരിക്കേണ്ടെന്ന് തീരുമാനിക്കുക. ഇനി സംസാരിക്കുകയാണെങ്കിലും അത് നല്ല വാക്കുകളായി തീരാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം വാക്കിൽ വന്നു പോകാവുന്ന തിന്മകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നോക്കൂ, നിങ്ങൾ ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ ഒക്കെ നീ തന്നെ വരിക.
അപ്പൊ നിങ്ങൾ ഷിർക്ക് ആലോചിക്കുള്ളൂ. ഷിർക്ക് സംഭവിക്കുക അങ്ങനെ അക്ബർ ഷിർക്കിൽ ഏറ്റവും വലിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അത് ദുആ ആണ്, പ്രാർത്ഥന. അത് വാക്കല്ലേ? മുഹീദ്ദീൻ ശൈഖിയെ കാക്കണേന്ന് ഒരുത്തൻ പറഞ്ഞാൽ അതന്നെയല്ലേ ഏറ്റവും വലിയ അപകടമുള്ള വാക്ക്? ആ വാക്കല്ലേ അയാളെ നരകത്തിലേക്ക് എത്തിക്കുന്ന സഹോദരങ്ങളെ? ആ വാക്കല്ലേ? അയാൾ വായ കൊണ്ട് ഉച്ചരിച്ച ആ വാക്കാണ്. അപ്പൊ ആഫാത്തുൽ ലിസാൻ, നാവിന്റെ ഉപദ്രവങ്ങൾ പറയുമ്പോ, അപകടങ്ങൾ പറയുമ്പോ പണ്ഡിതന്മാര് എണ്ണിയ ഒന്നാമത്തെ എണ്ണൽ ഏതാരെങ്കില് ഷിർക്കിന്റെ വാക്ക് പറയാന്നുള്ളതാണ്. وأن تشركوا بالله ما لن ينزل به سلطانا وأن يقولوا على الله ما لا تعلمون وأن تشركوا بالله ما لن ينزل به سلطانا. ഒരു രേഖയും അല്ലാഹു അവതരിപ്പിച്ചിട്ടില്ലാത്തതിൽ അല്ലാഹുവിൽ നിങ്ങൾ പങ്കു ചേർക്കുക. വഅൻ യഖൂലൂ അലല്ലാഹി മാ ലാ തഅലമൂൻ. അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയുകയും ചെയ്യുക. അല്ല പറയാത്തത് അല്ലാഹുവിന്റെ ദീനായി പറയുക. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതും അല്ലാഹു നിർദ്ദേശിക്കാത്തതും അല്ലാഹുവിന്റെ നിർദ്ദേശമായി പറയുക. ഒന്നാമത്തേതാ ഷിർക്ക്. ഷിർക്കിന്റെ വാക്കിലൊക്കെ സംഭവിച്ചു വരുന്ന നമ്മുടെ പ്രയോഗങ്ങളിൽ മുഴുവനും വരും. സംസാരത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ് സഹോദരങ്ങളെ. നിങ്ങൾക്കറിയോ, അല്പം മനുഷ്യന്റെ സ്വഭാവമാണെന്ന്, എന്തെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ മനുഷ്യൻ വേഗം ശപിച്ചു പറയും. വാക്കുകൾ ശാപവാക്ക് പറയും മനുഷ്യൻ. ഒന്ന് വൃത്തിയാക്കിയിട്ട് നിലം വൃത്തിയാകുന്നില്ലെങ്കിൽ ആ നിലത്തെ ചീത്ത പറയും നമ്മളെ സഹോദരിമാർ. സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് ശരിക്കും കത്തണില്ലെങ്കിൽ ആ സ്റ്റൗവിനെ ചീത്ത പറയും. കുട്ടികൾ പറഞ്ഞേക്കില്ലെങ്കിൽ കുട്ടികളെ ചീത്ത പറയും. ഒരുപക്ഷെ ആ ചീത്ത പറയുന്ന വാക്കിലൊക്കെ ശാപവാക്കുകൾ ഉണ്ട്. ശാപവാക്കുകൾ എന്ന് പറഞ്ഞാൽ ശാപവാക്ക് വായിന്ന് വീണ് പോയാൽ ആകാശത്തേക്ക് പോകുന്നതാണ്. പക്ഷെ ആകാശം കവാടങ്ങൾ തുറക്കാതിരുന്നാൽ ഭൂമിയിലേക്ക് തിരിച്ചു വരും. ഭൂമിയിലും അതിന് വാതിലുകൾ കിട്ടാതിരുന്നാൽ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കും. കാരണം ആ ശാപം ഒരാൾക്ക് പതിക്കണ്ട വിചാരിച്ചു. പക്ഷെ സഹോദരങ്ങൾ, ഒരു വഴിയും കണ്ടില്ലെങ്കിൽ രണ്ടിലൊരു മാർഗം ആ വാക്ക് സ്വീകരിക്കും. ഒന്ന്, ശാപം ആർക്കെതിരെയാണോ ശാപം നേർന്നത് അയാൾ അതിന് അർഹനാണോ അയാളിൽ പതിക്കും. അയാൾ അതിന് അർഹനല്ലെങ്കിലോ ശാപവാക്ക് പറഞ്ഞവരിലേക്ക് തിരിച്ചു വരുമെന്നാണ്. സഹോദരങ്ങളെ, കുറച്ച് ചിന്തിക്കുന്നത് നമ്മൾ ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ആ വാക്കുകൾ അതുപോലെ നമ്മുടെ മക്കൾക്ക് ഫലിച്ചാൽ, നമ്മുടെ വാഹനത്തിന് ഫലിച്ചാൽ, നമ്മൾ ആരെക്കുറിച്ചാണോ ശാപവാക്ക് പറഞ്ഞത് ആ ശാപം ഫലിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടായിരിക്കുക? നമുക്ക് ഷിർക്കിന്റെ വാക്കുകൾ അറിയാതെ വന്നു പോകുന്നു, ശാപവാക്കുകൾ വന്നു പോകുന്നു. സഹോദരങ്ങളെ, ചീത്ത പറയുന്നു, എല്ലാം നമ്മൾ അറിയാതെ നമ്മുടെ വാക്കുകളിലും സംസാരങ്ങളിലും വന്നു പോകുന്ന കാര്യങ്ങളാണ്. വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമാണ് ഈ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് ചില വാക്കുകൾ പറയുമ്പോൾ അതിൽ നമ്മുടെ വിശ്വാസത്തിനെതിരായ കാര്യങ്ങൾ, പണ്ഡിതന്മാര് ശിർക്കായി വരുന്ന കൗലുകളെയും വാക്കുകളെയും തന്നെ അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ ചില അധ്യായങ്ങളായി ക്രോഡീകരിച്ചു വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? നമ്മളിപ്പോ മഴ കിട്ടുമ്പോൾ നമ്മൾ പറയും, പിന്നെ ഈ കഥ ഇന്ന ഞാറ്റുവേല ആയതുകൊണ്ട് മഴ കിട്ടി പറയാൻ പാടില്ല എന്നാണ്. ഒരു ഞാറ്റുവേല കൊണ്ട് മഴ കിട്ടൂല, അള്ളാഹുവാണ് ആ മഴ തരുന്നത്. എന്താണ് ഈ നശിച്ചൊരു കാലം? എന്തൊരു കാലം എന്ന് പറയരുത് നിങ്ങൾ. കാലത്തെ നിങ്ങൾ ചീത്ത പറയരുത്. അനദ്ദഹിർ, ഞാനാണ് കാലം. കവിതകളൊക്കെ നിറഞ്ഞു കിടക്കാണ്. എല്ലാ കവികളും കാലത്തെയാണ് എല്ലാറ്റിനും എന്ത് ചെയ്യുക, പിന്നെ പ്രതിയായിക്കൊണ്ട് പറയാനുള്ളത് അങ്ങനെയാണ്. അപ്പൊ വാക്കുകളിൽ വെറും ഞാനീ പറഞ്ഞ ഹറാമുകൾ മാത്രമല്ല സഹോദരങ്ങളെ, ശിർക്കിയായ കുഫറിന്റെ വാക്കുകൾ വരെ നമ്മുടെ വാക്കുകളിൽ വരും. അത് വരുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ പെരുമാറേണ്ടത്. പക്ഷേ നമ്മുടെ ബന്ധങ്ങളെ ഏറ്റവും അധികം ബാധിക്കുന്നത്, നമ്മുടെ കുടുംബങ്ങളെ കലഹങ്ങൾ ഉണ്ടാവാൻ, നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളും ഫസാദുകളും ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മളൊക്കെ നിരന്തരം കേൾക്കുന്നതാണ്. അതിന്റെ ഗൗരവം പലപ്പോഴും പറഞ്ഞു മനസ്സിലാക്കി തന്നാലും ആളുകൾക്ക് മനസ്സിലാകാത്തതാണ്. സഹോദരങ്ങളെ, ഗീബത്തുകളും നമീമത്തുകളും രണ്ടും ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും രണ്ടും ഏകദേശം ഒരേ ഗണത്തിലാണ് വരിക. ഒരു വ്യക്തിയുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന വാക്കുകൾ പറയാം. നമ്മളെല്ലാവരും വളരെ ഗൗരവപരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അറബ് നാടുകളിലൊക്കെ ഉള്ള പുസ്തകങ്ങളും ലഘുലേഖകളും എടുത്ത് വായിച്ചാൽ എന്താ തോന്നുന്നത്? അവിടുത്തെ ആൾക്കാരൊക്കെ കൂട്ടം കൂടി ചെയ്യുക, അവിടുത്തെ ഭരണാധികാരികളെ കുറ്റം പറയലാണ്. നല്ല സാധനങ്ങൾ അവർക്ക് ഇഷ്ടം പോലെ സൗകര്യങ്ങളും ജീവിതം ആർക്ക് ഏർപ്പെടുത്തി കൊടുത്താലും അവരല്പം സൗകര്യത്തിലും പ്രതാപത്തിലും ജീവിക്കുന്നത് കൊണ്ട് മനുഷ്യന് മനസ്സിൽ അസൂയ ഉണ്ടാവും. അതുകൊണ്ട് അവരെ കുറിച്ച് എന്തൊക്കെ ആരോപണങ്ങളും ഏതൊക്കെ തരത്തിലുള്ള ഫസാദുകളും പറയാൻ പറ്റും, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും.
അതുകൊണ്ട് അവിടുത്തെ ഖത്തീബുമാരൊക്കെ പ്രസംഗത്തിൽ കേൾക്കാൻ പറ്റും. നിങ്ങൾ നാവിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോഴൊക്കെ പറയും എന്ത് നിങ്ങൾ അവിടുത്തെ പണ്ഡിതന്മാർ, അത് മറ്റൊരു പരിപാടിയാണ്. അവിടുത്തെ ആലിമീങ്ങളായ ആളുകളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, അവരെ കുറിച്ച് അവലോകനവും നിരൂപണവും നടത്തി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള വാക്ക് സമൂഹത്തിൽ എവിടം നോക്കിയാലും സഹോദരങ്ങളെ ദുഷിച്ച മനസ്സിന്റെയും രോഗാതുരമായ ഹൃദയങ്ങളുടെയും ഏറ്റവും വലിയൊരു സ്വഭാവമാണ് എന്തരങ്ങൾ ഈ നമീമത്തും ഗീബത്തും. ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളെ, എനിക്കും നിങ്ങൾക്കും അത് പറയാതിരിക്കാൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ മനസ്സ് ഏറ്റവും പരിശുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞു. അത്രമാത്രം രോഗികളായ മനസ്സ് ദുഷിച്ച ആളുകളാണ് അത്തരം വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഖുർആൻ തന്നെ അതിനോട് ഉപയോഗിച്ച ആ പദത്തിൽ ആ വിഷയത്തോടുള്ള അമർഷം നമുക്ക് വായിക്കാൻ പറ്റും. നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുത്. എന്താ സഹോദരങ്ങൾ ഗീബത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുക അഹാക ബിമാ യക്റഹു ഫീ. പിന്നെ നീ നിന്റെ സുഹൃത്തിനെ കുറിച്ച് അവന് ഇഷ്ടമില്ലാത്ത വാക്ക് നീ പറഞ്ഞുകൊണ്ടിരിക്കുക അവന്റെ അസാന്നിധ്യത്തിൽ. അതായത് ഒരാള് നമ്മളെ മുന്നിലില്ല, അയാൾ പിന്നീട് നമ്മൾ ആ വിഷയം പറഞ്ഞു എന്ന് അയാൾക്ക് കിട്ടിയാൽ അയാൾക്ക് അങ്ങേയറ്റത്തെ മനോവേദനയും മനോവിഷമവും ഉണ്ടാക്കുന്ന വാക്കുകൾ നമ്മൾ പറയാന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇത് ഒരു പരിധി വരെ എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വലിയ പ്രയാസമല്ല. സഹോദരങ്ങളെ, നമ്മളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. നിങ്ങളുടെ ആത്മസുഹൃത്ത്, നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ബന്ധവും പരിചയമുള്ള ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് നിങ്ങളെ കുറിച്ച് അവമതിപ്പുണ്ടാക്കുന്ന ഒരു വർത്തമാനം പറഞ്ഞു എന്ന് എന്നെങ്കിലും സത്യസന്ധമായി നിങ്ങളുടെ കാതിലെത്തിയാൽ, അല്ലെങ്കിൽ ഒരു വാക്കായിട്ട് പൊക്കെ ഫോണിലും ക്ലിപ്പിലും ഒക്കെ എല്ലാവരും വർത്താനം പിടിച്ചെടുക്കലല്ലേ, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ത് നിങ്ങളെ പറ്റി ഒരു അവമതിപ്പുണ്ടാക്കുന്ന ഒരു വർത്തമാനം നിങ്ങളുടെ ആത്മസുഹൃത്ത് പറഞ്ഞു എന്ന് നിങ്ങൾ അറിഞ്ഞാൽ എത്രയോ വർഷത്തെ ബന്ധം നിങ്ങളുമായിട്ട് അയാൾക്ക് ഉണ്ടാവും. ആ ബന്ധം അവിടെ അവസാനിക്കാൻ ആ ഒരൊറ്റ പ്രയോഗം മതി. ഖുർആൻ വെറുതെ ഇത് ഗൗരവാക്കി. എനിക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള എൻ്റെ എല്ലാ സ്വകാര്യതകളും ഞാൻ പങ്കുവെക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് എന്നെ പറ്റി ഒരു വാക്ക് പറഞ്ഞു എന്ന് കേട്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റും. ബന്ധം അവിടെ തീരും. അതുകൊണ്ടാണ് രണ്ട് ആത്മസുഹൃത്തുക്കളെ തെറ്റിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല. എന്താണ്, അവർ പരസ്പരം പറഞ്ഞൊരു വാക്ക്, എന്താണ് ഇവൻ അവനെ പറ്റി പറഞ്ഞൊരു വാക്ക് ഏതെങ്കിലും സന്ദർഭത്തെ അടർത്തിരുത്തി പറഞ്ഞു കൊടുത്താൽ അവരെ തമ്മിൽ തെറ്റിക്കാൻ നമുക്ക് പറ്റുന്നതാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, അഭിമാനം നോക്ക്. നമ്മളെല്ലാവരും ഒരാളെ കാണുമ്പോൾ അയാളെ കുറിച്ച് മറ്റൊരാൾ നമുക്കൊരു തിന്മ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ എല്ലാവരും നമ്മുടെ കണ്ണിൽ നല്ലവരായിരിക്കും. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ഈ തത്വത്തിന്റെ ഒരു മഹത്വം. ഇപ്പൊ എന്നോട് ഒരു വ്യക്തിയെ കുറിച്ച് ഒരാൾ ഒരു തിന്മ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ, എനിക്ക് എല്ലാവരും നല്ലവരല്ലേ? എല്ലാവരും നല്ലവരാണ്. അപ്പൊ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരുത്തനെ കുറിച്ച് നമുക്കൊരു മതിപ്പ് കുറവുണ്ടെങ്കിൽ അതേതോ ഒരുത്തൻ അയാളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന ഏതോ ഒരു ഗീബത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതുള്ളത്. സഹോദരങ്ങളെ, എത്ര നല്ല ബന്ധത്തിൽ നമുക്ക് ആളോട് പെരുമാറാൻ കഴിയും. എല്ലാ മനുഷ്യരോടും അവൻ നല്ലവനാണെന്ന വിചാരത്തോടുകൂടെ പെരുമാറാൻ നമുക്ക് പറ്റാതിരിക്കാനുള്ള കാരണം ആരോ അവനെ കുറിച്ച് എപ്പോഴോ പറഞ്ഞു തന്ന ഒരു ആരോപണം, അത് മാത്രമാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാം എത്ര വിശാലമാണ് ഈ കാര്യം നടിച്ചു നിങ്ങൾ. പിന്നെ മാത്രമല്ല, ഒരു സമൂഹത്തെ മുഴുവനും നശിപ്പിക്കാൻ ഈ ഗീബത്ത് കൊണ്ട് പറ്റുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഈ നാട്ടിൽ ഒരു ആലിമുണ്ട് എന്ന് വിചാരിക്കുക. അയാൾ ഈ ജനങ്ങൾക്ക് മുഴുവൻ ഉപദേശം കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യനാണ്. അയാളുടെ ജീവിതത്തിൽ അയാൾ ആ സൂക്ഷ്മത കാണിക്കുന്നുണ്ട്. ആ നാട്ടിലുള്ള ആളുകളെ തെറ്റായ രൂപത്തിൽ അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നില്ല. ദീനിൽ അദ്ദേഹം സത്യസന്ധത പാലിക്കുന്നു, കഴിയുന്നത്ര സൂക്ഷ്മത പാലിക്കുന്നു എന്ന് വിചാരിച്ചോളെങ്കിൽ ജനങ്ങൾക്ക് അത്രയും മതിപ്പാണ് അദ്ദേഹത്തോട്. ആളുകൾക്കുണ്ടാവും നമ്മളൊരു പണക്കാരനോട് തോന്നാത്ത, മറ്റൊരു രാഷ്ട്രീയക്കാരനോട് തോന്നാത്ത, ഒരു ഭരണാധികാരിയോട് തോന്നാത്ത മതിപ്പ് ഒരു പണ്ഡിതനോട് തോന്നും. കാരണം എന്താ, അയാൾ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എളുപ്പമാക്കി തരുന്നത്. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികൾക്കും മതപരമായ പരിഹാരം പറയാൻ ഒരു ദീൻ അറിയുന്ന ഒരാൾക്ക് പറ്റും. എല്ലാവരും അക്കമഴിഞ്ഞ് സ്നേഹിക്കും. അതുകൊണ്ടാണ് ലോക പ്രശസ്തനായ ഒരു പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ, അദ്ദേഹം മരണപ്പെട്ട ഉടനെ തന്നെ അദ്ദേഹത്തിന് ജനാസ മറവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആ ജനാസ മറവ് ചെയ്ത് അത് മരിച്ച്
അപ്പൊ തന്നെ കുളിപ്പിച്ച് ഹറമിലേക്ക് എടുത്തപ്പോഴേക്കും ഒരു വലിയ ജനാവലി, സാധാരണ ഒരു ജനാസക്ക് കാണാത്ത ജനാവലി അവിടെ പങ്കെടുത്തു എന്നാണ് സഹോദരങ്ങളെ പിന്നെ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ആലോചിക്കും നിങ്ങൾ, അങ്ങനെ അത്ര വലിയ ബഹുമാനം നിങ്ങൾ കേൾക്കണം. ഒറ്റ ആള് വിചാരിച്ചാൽ മതി, ഈ കൂട്ടത്തിൽ ഒരൊറ്റ മനുഷ്യൻ വിചാരിച്ചാൽ മതി. മഞ്ചേരി അങ്ങനെ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാള് ബന്ധപ്പെടുത്തി ഈ ആളുകൾ മുഴുവൻ ഒന്നിച്ചു കൊണ്ട് ഒരു നല്ല നന്മയും ഒരു നല്ല പ്രബോധനവും നല്ല കാര്യം ഇവിടെ നടത്തിക്കൊണ്ടുണ്ടെങ്കിൽ ആ നന്മ അവസാനിപ്പിക്കാൻ എന്ത് മതി അറിയുങ്ങൾ? ഇദ്ദേഹത്തെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു തിന്മ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ഈ അയാളുടെ പ്രസംഗം കേൾക്കുന്ന, അയാളെ ഖുതുബ കേൾക്കുന്ന, അയാളെ ബഹുമാനിക്കുന്ന ആളുകളോടൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. അതോടുകൂടെ പിന്നെ അയാൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ നാട്ടിൽ അയാൾക്ക് ഒരു പരിപാടി നടക്കോ? അയാളെ കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ എഴുന്നേറ്റ് നിൽക്കുമ്പോ ആൾക്കാർ താഴത്തേക്ക് വെക്കും. അപ്പൊ പറയുന്ന ആളെ നമുക്ക് അറിയാം. അത് തീർന്നു സഹോദരങ്ങൾ. പടച്ചോൻ വെറുതെ പറഞ്ഞിടും. ശരിക്കും എന്താ വെച്ചാൽ ഒരാളെ കൊന്നിട്ട് ഓന്റെ ദേഹത്ത് നിന്ന് ഇങ്ങനെ ബ്ലേഡ് എടുത്തിട്ട് മൂർന്ന് ഇങ്ങനെ തിന്നിടലും അതേ മനസ്സുള്ളവനെ പറ്റുള്ളൂ. ആ മനസ്സുള്ള സഹോദരങ്ങളെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ, ആരെങ്കിലും നിങ്ങളെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നല്ല സ്നേഹത്തിൽ ചിരിച്ചിട്ട് ഇങ്ങനെ വർത്താനം പറയുമ്പോഴോ കുറെ പറയും, നമ്മൾ വിചാരിച്ച മാരുന്നല്ലോ കേട്ടോ അവൻ എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ പറയുന്നത് എന്നോട് പറയുന്നത്. കാരണം ഞാൻ അയാളെ പറ്റി ഒരു നല്ലത് വിചാരിച്ചെടുക്കുന്ന ആളാണ്. അതുകൊണ്ട് അയാൾ ഇവിടെ ഒരു ഇമാമുക്കുന്ന ആളാണ്. എനിക്ക് അയാളെ പിന്നിൽ ഞാൻ 100 അസുഖം നിസ്കരിക്കണം. ദയവ് എന്നോട് പറയരുത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ പറ്റിയ സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുന്നത് എന്തിനാ? അയാൾ നന്നാകാനാണോ പറയണത് എങ്കിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. അയാളെ പറ്റി എന്ത് വിമർശനവും ഉൾക്കൊള്ളാൻ തയ്യാറുള്ള ആളെ പോരി നമുക്ക് അയാളെ വീട്ടിലേക്ക് പോവാം. അയാളെ വീട്ടിലേക്ക് പോവാൻ നമുക്ക് അയാൾ പറഞ്ഞു കൊടുക്കുക, നിങ്ങളെ പറ്റി ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, നിങ്ങൾ അത് തിരുത്തണം ജീവിതത്തിൽ നിന്ന് പറയാം. അതല്ലാതെ പിന്നെ എന്തിനാ സഹോദരങ്ങളെ ഞാൻ അദ്ദേഹത്തിന് നിങ്ങൾ ഉപദേശങ്ങൾ സ്വീകരിക്കാതിരിക്കാനാണോ എന്നെ കുറിച്ച് നിങ്ങൾ പറയണത്? എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയായി പറയണത്? ഒരു ലക്ഷ്യത്തിന് വേണ്ടിയല്ല, അയാളെ മനസ്സിന്റെ രോഗത്തിനെ ഒരു ആസ്വാദനം കണ്ടെത്താൻ അവിടെ പഠിച്ചോണ്ട് അത് പറഞ്ഞു. പക്ഷെ അതൊക്കെ ചെയ്യുന്ന ആളുകൾ എന്താ ആലോചിക്കേണ്ടത്? നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു വാക്ക് സഹോദരങ്ങൾ ശരിക്കും ചിന്തിച്ചോളി. എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലുന്നതും അയാളെ സ്വത്ത് അപഹരിക്കുന്നതും അതേപോലെ തന്നെ അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നതൊക്കെ ഒരേപോലെ തന്നെയാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാലക്കും ഹറാമുൻ അലൈക്കും കഹുറുമത്തി യൗമിക്കും ഹാദാ വശഗ്രിക്കും ഹാദാ. ഇന്ന ദിമാഅക്കും നിങ്ങളുടെ രക്തവും വ അംവാലക്കും നിങ്ങളുടെ സ്വത്തും വ അഅറാലക്കും നിങ്ങളുടെ അഭിമാനവും ഹറാമുൻ അലൈക്കും നിങ്ങളുടെ മേൽ നിഷിദ്ധമാണ്. സഹോദരങ്ങളെ, അന്യന്റെ പറമ്പിൽ വീണ് കിടക്കുന്നൊരു തേങ്ങ ചോദിക്കാതെ എടുക്കുന്നത് നാളെ പരലോകത്ത് നിങ്ങൾക്കൊരു നിഷിദ്ധം ചെയ്ത കുറ്റം കിട്ടുമെങ്കിൽ, നിങ്ങൾ ഒരാളെ ദേഹത്തു കൈവച്ച് രക്തമൊലിപ്പിക്കുന്നത് നിങ്ങൾക്ക് പരലോകത്ത് കുറ്റകരമാണെങ്കിൽ, അയാൾ അറിയാതെ അയാളുടെ അഭിമാനത്തെ മറ്റൊരുത്തന്റെ മനസ്സിൽ നശിപ്പിക്കത്തക്ക വിധത്തിൽ നിങ്ങൾ പറഞ്ഞ ഉള്ളതോ ഇല്ലാത്തതോ ആയ ഒരാരോപണം, ഒരു തിന്മ നാളെ പരലോകത്തു നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. ഈ പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിശുദ്ധി കളങ്കപ്പെടുത്തുന്ന പോലെ, ഈ പുണ്യമാസത്തിന്റെ പരിശുദ്ധി കളങ്കപ്പെടുത്തുന്നത് പോലെ കളങ്കമാണ്. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാലക്കും ഹറാമുൻ അലൈക്കും കഹുറുമത്തി യൗമിക്കും ഹാദാ. ഈ ദിവസത്തെ പരിശുദ്ധി പോലെ. സഹോദരങ്ങളെ, കേട്ടാ പോരട്ടോ, ഇനി പറയാതിരുന്നാലും പോരാ. ഇതുവരെ ആരെ കുറിച്ചൊക്കെ പറഞ്ഞോ അവരോടത് പൊരുത്തപ്പെടിച്ച് നാളെ പോയില്ലെങ്കിലേ പരലോകത്ത് പെട്ടെന്ന് കഴിച്ചിലായി പോവില്ല സഹോദരങ്ങളെ, കഴിച്ചിലായി പോവില്ല. എളുപ്പം പറയാന്, ഞാൻ അറിയാതെ എന്നെ പറ്റി പറയാൻ നല്ല സൗകര്യമാണ് സഹോദരങ്ങളെ. ക്യാമ്പയിനാണ്. എന്ത് കാതുകളിലേക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോ നമുക്കൊക്കെ ഫോൺ വരലുണ്ട്, ഫോൺ വരും, പെട്ടെന്നൊരു ഫോൺ എടുക്കുമ്പോ ഇതാ ഇങ്ങളെ പറ്റി ഇങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു പൂർത്തിയായിട്ടുള്ളൂ, ഞാൻ അപ്പൊ അയാളെ മുന്നിൽ തന്നെ നിങ്ങൾക്കാണ് വിളിച്ചതാണ്. അങ്ങനത്തെ ചില നല്ല മനുഷ്യന്മാരുണ്ട്. ഇനി ഒന്നാണ് പറഞ്ഞു കൊടുക്കുക നിങ്ങളെ പറ്റിയ പറഞ്ഞ കാര്യം എന്ന് നേർക്ക് നേരെ പറഞ്ഞ ആൾക്കാർ. സഹോദരങ്ങളെ, ഇത് നാട്ടിൽ വ്യാപകമായ ഒരു സംഗതിയാണ്. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ തിരിച്ചറിയേണ്ടത് തന്നെ, അള്ളാഹു ഇത് വിരോധിച്ചത് എന്താ നിങ്ങൾ? ഇത് കൊണ്ടൊരു സമൂഹത്തെ നശിപ്പിക്കാൻ പറ്റും, ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ പറ്റും, ഒരു കുടുംബത്തെ ഫസാദാക്കാൻ പറ്റും. എത്രയോ വർഷങ്ങളായി ഒന്നിച്ചു ജീവിച്ച് കിടന്നുറങ്ങി ജീവിച്ച ഭാര്യനെയും ഭർത്താവിനെയും തെറ്റിക്കാൻ പറ്റും. സഹോദരങ്ങളെ, സാധ്യമാകാത്തതൊന്നുമില്ല. അതെല്ലാം സാധ്യമാകുന്ന ഒരു തിന്മയാണിത്. അതുകൊണ്ട് നമ്മൾ എന്തായിരുന്നാലും അതിനെക്കുറിച്ച് നല്ല രൂപത്തിൽ നമ്മൾ ചിന്തിക്കണം.
അതേപോലെ തന്നെ ഈ നമീമത്തും ഗീബത്തും ഒക്കെ പറയുന്ന ആളുകൾ ഉള്ളത് പറയല് വളരെ കുറവേക്കാരം, ഇല്ലാത്തതേ പറയും. ആ ഇല്ലാത്തത് പറയുന്നതിന് സഹോദരങ്ങളെ കളവ് എന്ന് പറയാം. നുണ പറയുന്നവർ നല്ലോണം സൂക്ഷിച്ചോളി. നുണക്ക് ചെറുതല്ല സഹോദരങ്ങൾ. നുണ പറഞ്ഞാൽ വലിയ പ്രശ്നമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ നമീമത്ത് പറയുന്നതിനുണ്ട്. അതായത് നല്ല ചെമ്പിന്റെ നഖങ്ങൾ കൊടുത്തിട്ട് നബി സല്ലല്ലാഹു മിഅ്റാജിന്റെ രാവിലെ പോയപ്പോഴേ ചെമ്പിന്റെ നഖങ്ങൾ കൊടുത്തിട്ട് അതുകൊണ്ട് മുഖം മാന്തി കീറുന്ന ആളുകളെ കണ്ടു. അപ്പൊ നബി ജിബിനെ വെച്ചു, നബിയിലെ ഇത് ആരാ പറഞ്ഞ ആളുകളുടെ അഭിമാനങ്ങൾക്ക് ക്ഷതമേൽപ്പിച്ചിരുന്ന ആളുകളാണ് ഈ സ്വന്തം മുഖങ്ങളെ മാന്തി കീറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു. അതേപോലെ സഹോദരങ്ങളെ കളവ് പറയുന്ന ആളുകളും നല്ലോണം ശ്രദ്ധിക്കണം. ഈ നുണ പറയുന്നത് എന്തിനാണെന്ന് ഈ കളവ് പറയുന്നത് എന്തിനാണ്? അതിലുമുണ്ട് ഒരു മനഃശാസ്ത്രം. നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് സഹോദരങ്ങൾ. നുണ പറയാം. അപ്പൊ നോക്ക് നിങ്ങൾ, നമ്മളൊരു ശരിയായ ആദർശത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. നമ്മുടെ ആദർശം ഇപ്പൊ ഞാനിവിടെ വിശദീകരിക്കണില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതായത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന കാലത്തെ സ്വഹാബത്ത് എന്തൊരു ജീവിത രീതിയാണോ സ്വീകരിച്ചത്, എന്തൊരു വിശ്വാസമാണോ സ്വീകരിച്ചത്, എന്തൊരു ആചാരമാണോ സ്വീകരിച്ചത്, അത് അതുപോലെ സമൂഹത്തിൽ വരണം എന്നാഗ്രഹിക്കുന്നവരും അത് പ്രചരിപ്പിക്കുന്ന ആളുകളുമാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് എന്തിനാണ് സഹോദരങ്ങളെ ഒരു തെറ്റായ ഒരു കളവായ ഒരു കാര്യം അവരോട് പറയേണ്ട കാര്യം നമുക്കില്ല. കാരണം നമ്മളത് സത്യമാണ്. നമ്മൾ 100% സത്യമായ ഒരു മതത്തിലാവുന്നതുകൊണ്ട് നമുക്ക് ഈ സത്യം പ്രചരിപ്പിക്കാനോ ഈ സത്യം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനോ ഒരു കളവ്, ഒരായത്തിനില്ലാത്തൊരു അർത്ഥം, ഒരു ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യേ, ഒരു നുണ പറയേ, ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് തേജോവധം ചെയ്യേ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 100% സത്യമാണ്. സത്യമായ ഒന്നിനെ പ്രതിനിധീകരിക്കുന്ന ഒരുത്തന് നുണ പറയേണ്ട പ്രശ്നം തന്നെ ഉണ്ടാവില്ല. ഞങ്ങൾക്കത് കുറച്ചും കൂടി വ്യക്തമാക്കി തരാം. നമ്മളെ നാട്ടിലൊക്കെ എന്താ വെച്ചാൽ വിവാഹ ബന്ധങ്ങളിൽ പെട്ടെന്ന് തെറ്റ് സംഭവിക്കും. ചില പിന്നെ കുറച്ചാലൊക്കെ എന്നിട്ട് അവസാനം എന്ത് ചെയ്യുന്ന നിന്നിയ നമ്മൾ തമ്മിൽ ഒന്നിച്ചു വേണ്ട, വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞേക്കും. നിങ്ങൾ അങ്ങനത്തെ കേസിൽ നിങ്ങൾ നോക്കൂ. നിങ്ങൾ എന്താ ഉണ്ടാകാന്ന് വെച്ചാൽ ആ വിവാഹ ബന്ധം നിലനിന്ന കാലത്ത് മുഴുവനും രണ്ട് ബന്ധുക്കളും രണ്ട് കുടുംബങ്ങളെ കുറിച്ചും ഏറ്റവും നല്ലത് മാത്രമേ പറയുള്ളൂ. എന്റെ മോളെ അങ്ങോട്ട് കെട്ടിച്ചത് ഓലെ നിങ്ങൾക്ക് അറിയില്ലേ, ആ നാട്ടിലെ ഏറ്റവും നല്ല ആൾക്കാരാണ്, അവിടുത്തെ പള്ളി കൊണ്ടുനടക്കണ അവരാണ്, എന്തൊക്കെ പറയണ്ടൊക്കെ പറയും. തെറ്റിയാണ് കഴിഞ്ഞാൽ നോക്കുന്നു. ഏത് 10-20 കൊല്ലം ഒപ്പം നിന്നിട്ട് തെറ്റിയാണ് നിന്നാൽ ആ തെറ്റിനോട് കൂടെ പിന്നെ പറയണത് നിങ്ങൾ ആലോചിക്കണം സഹോദരങ്ങളെ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ നമീമത്ത്, ഗീബത്ത്, കളവ് അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ വെച്ചാൽ ഒരു കൂട്ടർക്ക് വേണമെങ്കിൽ സത്യം പറയാം, ഒരു കൂട്ടത്തിൽ ന്യായം ഉണ്ടാവും. ചിലപ്പോൾ രണ്ട് കൂട്ടർക്കും സത്യം പറയാൻ എന്തായാലും കഴിയും. ഒരു കൂട്ടർ നുണ പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ എങ്ങനെ പോലെ ഭാഗം ശരിയാകുക? നുണ പറഞ്ഞേ പറ്റൂ. ആ നുണയാണ് പിന്നെയുള്ള ആധാരം എല്ലാത്തിലും. എവിടെയും സഹോദരങ്ങളെ അസത്യത്തെ പ്രതിനിധീകരിക്കുന്നവർ, തെറ്റിനെ പ്രതിനിധീകരിക്കുന്നവർ നുണ പറയാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇന്നൽ കദിബ്, നിശ്ചയായും കളവ്, യഹ്ദി ഇലൽ ഫുജൂർ, തമ്മാടിത്തത്തിലേക്ക് നയിക്കും കളവ്. എന്നാൽ ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, പുണ്യത്തിലേക്ക് സത്യം നയിക്കുന്നു. അതായത് സത്യം പുണ്യത്തിലാണോ സത്യമേ പറയേണ്ടി വരൂ. ഒരു ഒരു കള്ളുകുടിയനാണോ നുണ പറയാതെ എവിടുന്ന ഒരു പൈസ കിട്ടുക? ഭാര്യനോട് നുണ പറയാതെ എവിടുന്ന അവന് കള്ളു കുടിക്കാൻ കാശ് കിട്ടുക? എന്തിനും നുണ പറയണം? നിങ്ങളുടെ കുട്ടി വീട്ടിൽ വൈകി വന്നു, പിന്നെ ഇവിടെ മഞ്ചേരി സഭാകാലിലെ ക്ലാസ്സിന് വന്നിട്ടാണെങ്കിൽ നുണ പറയണം. ഞാൻ ക്ലാസ്സിന് പോയി പോയി. സിനിമക്ക് പോയതാണെങ്കിൽ നുണ പറയണം. നുണ പറയണം. ഞാനൊരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി എന്നതാണെന്ന് പറഞ്ഞു. ജീവിതത്തിൽ എവിടെയെല്ലാം സഹോദരങ്ങളെ നാം തെറ്റായ കാര്യം ചെയ്യുന്നുവോ അവിടെ നമുക്ക് നുണ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നുണ പറയുന്നവർ എപ്പോഴും അസത്യത്തെയും തിന്മയെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നുണ പറയുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോ അള്ള പറഞ്ഞ എന്താ നിങ്ങൾ കളവ് പിന്നെ കളവുടെ പേര് അള്ളാഹുവിന്റെ എന്താണുള്ളത്? നിങ്ങൾ ശാപം. സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ ശാപത്തെ കുറിച്ച് നമ്മൾ ഭയപ്പെടും. നുണ പറയുന്നവരും കളവ് പറയുന്നവർക്കും ശാപമാണ് അള്ളാഹു നേർന്നിരിക്കുന്നത്. ശാപം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. സൂറത്ത് പിന്നെ മസദ് ഒന്ന് മനസ്സിലാലോചിച്ചാൽ മതി. അള്ളാഹുവിന്റെ റസൂലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിറങ്ങിയ അബൂലഹബിനെ അള്ള ശപിച്ചപ്പോ എന്താണ്ടായത് സഹോദരങ്ങളെ? എന്താണ്ടായത്? അള്ളാഹുവിന്റെ ശാപത്ത് നിന്ന് രക്ഷപ്പെടാൻ പണം കൊണ്ട് പറ്റൂ, ബന്ധുക്കളെ കൊണ്ട് പറ്റൂ, രാഷ്ട്രീയക്കാരെ കൊണ്ട് പറ്റൂ, സ്വാധീനം കൊണ്ട് പറ്റൂ, കോടതി കൊണ്ട് പറ്റൂ സഹോദരങ്ങളെ? പറ്റൂലാന്നാ ഖുർആൻ പറഞ്ഞത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. തബ്ബത്ത്, നശിക്കട്ടെ,
യദാ അബീ ലഹബിൻ വതബ്ബ, അബൂലഹബിന്റെ ഇരു കൈകളും നശിച്ചിരിക്കുന്നു. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ, മാ അഗ്നാ അൻഹു മാലുഹു, അവന്റെ ധനം അവൻ ഉപകാരപ്പെട്ടില്ല, അവൻ സമ്പാദിച്ചതും അവൻ ഉപകാരപ്പെട്ടില്ല. അള്ളാഹുവിന്റെ ശാപം ലഭിച്ചപ്പോൾ അവന്റെ സ്വത്ത് കൊണ്ട് അവന് പ്രയോജനം കിട്ടിയില്ല. ആ ശാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവന്റെ സ്വാധീനങ്ങളെ കൊണ്ടവനായില്ല. അവന്റെ മകനെ സിംഹം തിന്നാണ് ചത്തുപോകേണ്ടി വന്നത്. മരണപ്പെട്ടതിനു ശേഷം മറവ് ചെയ്യാൻ പോലും ആളില്ലാത്ത വിധം ദുഷിച്ചു നാറി കിടക്കേണ്ട അവസ്ഥയുണ്ടായി. ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവുന്നോടെ പറഞ്ഞ പറയത് സഹോദരൻ, കളവൊരിക്കലും പറയരുത്. ഈ ശിതുക്കുന്ന് കോറാച്ചിന്ന് എന്ത് ചെയ്യും? കുളത്തിട്ട് വലിച്ചിട്ട് പിളർക്കും. ആ കാഴ്ചയാണ് കബറിൽ കിട്ടാൻ പോകുന്ന ശിക്ഷ. എന്തിനാ സഹോദരങ്ങളെ പറയണത് ഒരു വാക്ക്? പിന്നെ നുണ പറഞ്ഞിട്ട് ആരെങ്കിലും എന്തിനും നേടോ സഹോദരങ്ങളെ? എന്തെങ്കിലും ഒരിക്കലും കളവ് പുറത്തു വരും. കളവ് പറയുന്നവൻ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നുണയെ പറയണമെന്ന് മനസ്സിലാവില്ല സഹോദരങ്ങളെ. ആർക്കാ മനസ്സിലാവാത്തത്? നുണയാണ് പറയണത് നമുക്ക് മനസ്സിലാവും, കേട്ടാൽ തന്നെ മനസ്സിലാവും. എന്തെങ്കിലും കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മക്കളോടും ഭാര്യയോടും കുടുംബങ്ങളോടും ഒക്കെ നുണ പറഞ്ഞാൽ നിങ്ങളെ പിന്നെ ഒരിക്കലും അവർ വിശ്വസിക്കൂല. അതാ പ്രശ്നം. ഏറ്റവും ആദരണീയനായ ഒരു വ്യക്തി കളവ് പറഞ്ഞു എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമായാൽ സഹോദരങ്ങൾ, അയാളെ കുറിച്ചുള്ള എല്ലാ വിശ്വാസത്തിനും പോയി. ഞാൻ നുണ പറയുന്നു നിന്റെ മക്കൾക്കും എന്റെ ഭാര്യക്കും തോന്നിയാൽ പിന്നെ എനിക്കെന്ത് നിലയും വരിക സഹോദരങ്ങൾ? ഒരു നിലയും വരിണ്ടാവില്ല. കളവൊന്നും ചെറിയ നഷ്ടമല്ല നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കുക. പറയരുത് സഹോദരങ്ങൾ. ഇഹലോകത്തിലും പരലോകത്തിലും കടുത്ത നഷ്ടം നമുക്ക് വരുന്നതാണ് കളവ്. നാവ് കൊണ്ടുണ്ടാവാവുന്ന, നാവിനെ സൂക്ഷിക്കാത്തവർക്ക് സംഭവിക്കുന്ന അപകടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടമാണ്. എപ്പോഴും നമ്മൾ ചിന്തിക്കണം എന്തായാലും, നമുക്ക് നമ്മുടെ വാക്കുകളെ കൊണ്ടുള്ള തെറ്റ് കുറക്കാനും പരലോകത്ത് അതുകൊണ്ടുള്ള ശിക്ഷ കുറക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ വെച്ചാൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ചില വ്യക്തികളുമായുള്ള കൂട്ടുകെട്ടുകളും ചില വ്യക്തികൾ നമ്മളെ സന്ദർശിക്കാൻ വരുന്നതും നമുക്ക് വലിയ നഷ്ടമുണ്ടാക്കും. അവരുമായുള്ള ബന്ധം തന്നെ നമ്മൾ വിച്ഛേദിക്കണം, നിരുത്സാഹപ്പെടുത്തണം. എന്തായാലും അങ്ങനത്തെ ആൾക്കാർ നമ്മളിത് ഇങ്ങനെ വന്ന് പറയും, നമ്മളും അറിയാതെ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഖുർആൻ ഇത്രയും ഗൗരവത്തോടെ പറഞ്ഞത്, വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ ഫഅറിദ് അൻഹും ഹത്താ യഖൂലൂ മിൻ ഹദീസിൻ ഗൈരി വഇമ്മാ യുൻസിയന്നക അശ്ശൈത്താൻ ഫലാ തഖഉദ് ബഅദ അദ്ദിക്റാ മഅൽ ഖൗമിൽ ളാലിമീൻ. നമ്മുടെ വചനങ്ങളെ അപഹസിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും അതിൽ മുഴുകിക്കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സദസ്സുകളെയും ആളുകളെയും നീ കണ്ടാൽ അൻഹും, അവരെ തൊട്ട് നീ തിരിഞ്ഞു കളയണം. അതല്ലാത്ത ഒരു വർത്തമാനത്തിലേക്ക്, വിഷയത്തിലേക്ക് അവർ നീങ്ങുന്നതുവരെ. ഇനി പിശാചു നിന്നെ മറപ്പിച്ചു കളഞ്ഞാൽ ഇനി പറഞ്ഞുകൊണ്ടിരിക്കേ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന കാര്യം മറന്നു പോവുകയും അത്തരം വർത്തമാനങ്ങൾ തിന്മയിലേക്ക് നീങ്ങുന്നത് നിനക്ക് അനുഭവത്തിൽ ഓർമ്മ വന്നാൽ നീ ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റ് കൊള്ളണം. പിന്നെ നീ ആരെ കൂടെയാണ് ഇരിക്കേണ്ടത്? വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ യുരീദൂന വജ്ഹ. വസ്ബിർ നഫ്സക, നിന്റെ മനസ്സിനെ, നിന്റെ നഫ്സിനെ നീ പിടിച്ചു വെക്കണം. മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ, രാവിലെയും വൈകുന്നേരവും തന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ. യുരീദൂന വജ്ഹ, അവന്റെ പ്രീതി ആഗ്രഹിച്ചു ജീവിക്കുന്നവർ. പടച്ചവന്റെ അടുക്കുന്നുള്ള തൃപ്തിയും പ്രതിഫലവും കിട്ടണമെന്നാശിച്ചു ജീവിക്കുന്നവരോടൊപ്പം നീ ഉണ്ടാകണം. വലാ തഉദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാ, ഇഹലോകത്തെ അലങ്കാരങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് അതാഗ്രഹിക്കുന്നവരിലേക്ക് നീ നിന്റെ കണ്ണുകളെ തിരിച്ചുവിടരുത് എന്ന് പറഞ്ഞ സഹോദരങ്ങളെ, പണവും സൗകര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർ എന്ത് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മൂളി കേൾക്കേണ്ടി വരും.
അങ്ങനത്തെ ഒലപ്പം പോയിരുന്നുങ്ങാട് ഒക്കത്തിനും മറുപടി പറഞ്ഞു. ഓർക്ക് ഇഷ്ടമുള്ള വർത്താനം ചിലപ്പോൾ നമീമത്തേക്കാൻ കുറച്ചേരം ഓരോ സന്തോഷത്തോടെ വെച്ചിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. എത്ര തെറ്റ സഹോദരങ്ങളെ നമ്മളൊക്കെ റിക്കാർഡ്ക്ക് അങ്ങനെ നമ്മൾ വരുത്തേണ്ടി വരുന്നത്. നമ്മുടെ ഉത്ബോധനങ്ങളെ തൊട്ട് അശ്രദ്ധരാകുന്നവരെ നീ അനുസരിച്ചു പോകരുത്. അവൻ അവന്റെ ഇച്ഛകളെയാണ് പിൻപറ്റുന്നത്. അവൻ അതിര് വിട്ടുപോയവരാണ്. സഹോദരങ്ങളെ, ആരെ കൂടെ ഇരിക്കണം, ആരെ കൂടെ ഇരിക്കാൻ പറ്റില്ല. സാഹചര്യം പ്രധാനമാണ്. എപ്പോഴും നമുക്ക് ഫോൺ ചെയ്യും അടുത്തു വരും ചെയ്യുന്ന ആളുകളിൽ ഇങ്ങനത്തെ രോഗികൾ ഉണ്ടെങ്കിൽ സഹോദരങ്ങൾ, അവർ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും, നുണ പറയിപ്പിക്കും, നമീമത്ത് പറയിപ്പിക്കും, ഗീബത്ത് പറയിപ്പിക്കും. ഒരു പക്ഷേ ആ ആളുകളായിരിക്കും നാളെ പരലോകത്ത് നമുക്ക് വലിയ നഷ്ടം വാങ്ങിത്തരാന്നാണ്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളും ചുറ്റുപാടുകളും നമ്മൾ ഒഴിവാക്കണം. മനസ്സിലായില്ലേ? അതിന് നമ്മൾ മാറി നിൽക്കണം. പിന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത്തരം കാര്യങ്ങളുമായി വരുന്ന ആളുകളെത്തി ഒരു നന്മ ഉണ്ടാവില്ല സഹോദരങ്ങൾ. ഹൃദയത്തിൽ നന്മയുള്ളവർക്ക് മറ്റൊരാളെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണം കുറ്റമൊന്നും പറയാൻ കഴിയൂല. അതാ കാര്യം. അത് ആളുകൾക്ക്, അങ്ങനത്തെ രോഗികൾക്ക്, അങ്ങനത്തെ മനസ്സുള്ളവർക്ക് അത് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ വർത്തമാനങ്ങളിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളിൽ മറ്റൊന്നാണ് സഹോദരങ്ങളെ, നമ്മുടെ വ്യക്തിത്വത്തിന് ഏറ്റവും മാറ്റുകൂട്ടുന്ന ഒന്നാണ് അള്ളാഹു മറ്റൊന്ന് പറഞ്ഞു. നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടും. നിങ്ങൾ നമ്മള് പറയുന്നത് പോലെ ചെയ്യുന്നവനാണ് എന്നുള്ളത് അത് പ്രധാന കാര്യമാണ്. പറയുന്നത് പോലെ പ്രവർത്തിക്കാം. പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ പറയാന്നുള്ളത് വലിയ പ്രശ്നമാണ്. നമ്മളൊക്കെ കൂടുതൽ ചില ആൾക്കാരുണ്ട്, ചിലപ്പോഴൊക്കെ നിങ്ങൾ ഓരോ വർത്താനമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ആ വർത്താനത്തിന്റെ പ്രത്യേകത? ഓലൻ പറയാൻ തുടങ്ങിയത് ആ വർത്താനം കേട്ടാൽ ഇയാളെ പോലെ കാഴ്ചപ്പാടും നന്മയും നിറഞ്ഞ ഒരാള്. കാരണം നാട്ടിലുള്ളവരെ മുഴുവൻ കുറ്റം പറയാൻ തുടങ്ങിയാൽ നമുക്ക് എന്താ മനസ്സിലാകുക? ഈ കുറ്റങ്ങളൊന്നും ഇയാൾക്കില്ല എന്നാണ് അയാൾ പറയണത്. ഒരാളെ കുറിച്ച് അവൻ തോന്നിയവാസിയാണ്, വ്യഭിചാരിയാണ്, മദ്യപാനിയാണെന്ന് അറിയുമ്പോൾ നമ്മൾ മദ്യത്തിനും വ്യഭിചാരത്തിനും പരിശുദ്ധമാണെന്നല്ലേ എന്റെ അർത്ഥ സഹോദരങ്ങളെ? അല്ലെ? ഇവിടെ മുഴുവൻ കള്ളക്കച്ചവടക്കാരും പിന്നെ റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമാണ് എന്ന് ഒരുത്തൻ നമ്മളോട് ഇങ്ങനെ അതിന്റെ എല്ലാ ദൂഷ്യങ്ങളും പറയുമ്പോൾ ഈ സാധു അങ്ങനത്തെ ഒന്നിലും ഇല്ലാന്ന് തന്നെയല്ലേ വരിക? സ്വന്തം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് തങ്ങൾക്കിടയിൽ നന്മ ഉണ്ടാവുക. എന്നാൽ ആ നന്മയുമായി അയാൾക്കൊരു ബന്ധം ഉണ്ടാവും. പടച്ചോൻ ഇത്ര ദേഷ്യമുള്ള കാര്യമില്ല സഹോദരങ്ങളെ. ഇത് പറയുന്നത് പോലെ പ്രവർത്തിക്കാതിരിക്കുക. ഇത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പാലിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ വാക്ക് നാളെ പരലോകത്ത് നമുക്കെതിരെ സാക്ഷിയായി വരും. നിങ്ങൾ എന്തിനാണ് പ്രവർത്തിക്കാത്തത് പറയുന്നത്? അതിന്റെ ആ ശിക്ഷ നോക്ക്. നിങ്ങൾ എത്ര പ്രതീകാത്മകമാണ് റസൂലുള്ളാഹി പറഞ്ഞത്. നരകത്തിന്റെ ചുറ്റും കുടൽമാല ഇങ്ങനെ വീണിട്ട് ആ കുടൽമാലകൾ നടുക്കാക്കിയിട്ട് ഇങ്ങനെ ചുറ്റുക നരകത്തെ. എന്താ കാര്യം സഹോദരങ്ങളെ? ആട്ടുകല്ല് ചുറ്റുന്ന പോലെ, മൃഗങ്ങൾ ആട്ടുകല്ല് ചുറ്റും ചുറ്റുന്ന പോലെ ചുറ്റും. എന്താ കാരണം? അവൻ എന്ത് ചെയ്യും? ആളുകളോട് എന്ത് ചെയ്യും? എല്ലാ നന്മകളും പറയും, അതവൻ പാലിക്കൂല. പിന്നെ എന്തിനാ സഹോദരങ്ങളെ? ആ പറയുന്നത് കണ്ട് കിട്ടുന്ന ചില്ലറ ലാഭങ്ങൾ, അതിനുവേണ്ടി മാത്രമാണ് അങ്ങനെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ വളരെ ഗൗരവപരമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നായി തീരാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം എന്നല്ലാണ്. അതിലുപരി നമുക്കൊക്കെ സംഭവിക്കുന്ന കാര്യം കേട്ടത് മുഴുവൻ പറയാം. എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഒരു കൗതുക വാർത്ത എന്നുള്ളതിലേക്ക് അടുത്ത ആൾക്കൊരു ആകാംക്ഷയും താല്പര്യവും ഉണ്ടാണ് വർത്താനാവുന്നുണ്ട് പറയാന്നുള്ളതാണ്. സഹോദരങ്ങളെ, പറഞ്ഞു പോകരുത്. നബി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്ക് നോക്കൂ നിങ്ങൾ. എന്തൊക്കെ കാര്യമുണ്ട് ഈ ഒരു ഹദീസിൽ. ഇന്നല്ലാഹ യർദാ ലക്കും സലാസൻ. അല്ലാഹു 3 കാര്യം നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നു. വയക്റഹു ലക്കും സലാസ. 3 കാര്യം അല്ലാഹു നിങ്ങൾക്ക് വെറുത്തു. 3 കാര്യം പറയുന്നത് അല്ലാഹുക്ക് ഇഷ്ടമാണ്, 3 കാര്യം അല്ലാഹുവിന് വെറുപ്പാണ്. ഫയർദാ ലക്കും അൻ തഅബുദൂഹു വലാ തുശ്രികു ബിഹി ശൈഅ. അല്ലാഹുക്ക് വലിയ ഇഷ്ടം നിങ്ങൾ ഒരു ശിർക്കും ചെയ്യാതെ അല്ലാഹനെ മാത്രം ആരാധിക്കുക. അത് അല്ലാഹുക്ക് ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ച് നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഐക്യത്തോടു കൂടെ നിൽക്കുക. ഒരു ഭിന്നിപ്പും നിങ്ങളിൽ ഇല്ലാതെ നിങ്ങൾ ഒരു കൂട്ടായ്മയിലും അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ നിൽക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമാണ്. ശിർക്ക് ചെയ്യാതിരിക്കുക. പിന്നെ തമ്മിൽ ഛിദ്രതയും അതേപോലെ തന്നെ സഹോദരങ്ങളെ, അത് ചില ആളുകൾക്ക് ചില ഒരു രസമാണ്. എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാലും അവർക്ക് സമാധാനം. ഒരു വഴക്ക്, അതിൽ മാത്രം സംതൃപ്തി കിട്ടുന്ന ആൾക്കാരുണ്ട്. ഒരു വഴക്കിൽ മാത്രം സംതൃപ്തി കിട്ടുന്ന ആളുകൾ. എപ്പോഴും ഒരു കക്ഷിത്തുണ്ടാക്കാൻ, എന്നിട്ട് ആ കക്ഷിയിൽ ഒരു നേതാവായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, എന്തൊരു മനസ്സമാധാനം അവർക്ക് കിട്ടുക എന്ന് ഞാൻ ആലോചിക്കണം. നമ്മളൊക്കെ എല്ലാ മനസ്സമാധാനം പോലെ എപ്പോഴാച്ചാൽ നമ്മളെ കുടുംബത്തിലോ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു 2 അഭിപ്രായ വ്യത്യാസം വന്നാൽ അന്ന് മുതൽ പിന്നെ നമുക്ക് ഉറക്കില്ല. ചില ആൾക്കാർക്ക് അപ്പോഴേ ഉറക്കം കിട്ടുള്ളൂ. എന്തെങ്കിലും 2 കൂട്ടരക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞാൽ അതൊരു മനസ്സമാധാനം അപ്പോൾ അവർക്ക് കിട്ടുള്ളൂ. എന്താണ് ആളുകളുടെ അവസ്ഥ വെച്ചു നിങ്ങൾ?
അള്ളാഹു പറയണം, അള്ളാഹ്ക്ക് ഇഷ്ടം എന്താ വെച്ചാൽ ശിർക്ക് ചെയ്യാതിരിക്കാൻ അവൻ ആരാധിക്കാം, അതേപോലെ തന്നെ അവന്റെ ഭാഷത്തെ മുറുകെ പിടിക്കാം. എന്നിട്ടോ വയക്രകുലക്കും, അള്ളാഹു നിങ്ങൾക്ക് വെറുപ്പായി പറഞ്ഞിരിക്കുന്നതാണ് കീലവക്കാല, കണ്ടതും കേട്ടതും ഒക്കെ പറയാം. അവൻ പറഞ്ഞു, ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ സഹോദരങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുക. വകസ്റത്തു സുആൽ, എന്താണ് ചോദ്യങ്ങൾ അധികരിപ്പിക്കുക. ഇപ്പൊ ഈ കഴിഞ്ഞൊരു ദിവസം ഞാനൊരു പരിപാടിക്ക് വേണ്ടി ചെന്നാണ്. പരിപാടിക്ക് ചെന്നിട്ട് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഞാൻ ആ പരിപാടിന്റെ അടുത്ത് തന്നെയല്ല പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ പറ്റി ഒരു ആരോപണം കേട്ടു, ചോദിക്കണ നിങ്ങൾക്ക് വിഷമമുണ്ട് ചോദിച്ചു. ഒരു വിഷമമല്ല, എത്ര ആയിരക്കണക്കിന് ആൾക്കാർ പറയുമ്പോൾ ഒരാളെങ്കിലും ചോദിക്കണ്ടല്ലോ എന്ന് ഞാൻ എന്ത് ചെയ്തു, സന്തോഷം. അപ്പൊ എന്താ വെച്ചു, അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ ഖുർആൻ ക്ലാസ് എടുക്കുന്ന അവിടേക്ക് ഒരു സ്ത്രീ മുഖം മറച്ചു വന്നപ്പോൾ എന്തിനാ ഈ മുഖമൊക്കെ മറച്ചു വന്നിക്കണെന്ന് നിങ്ങൾ ചോദിച്ചു എന്നാണ്. അപ്പൊ അത് ആരെ പറഞ്ഞു വെച്ചു, ഞാൻ ഇന്നൊരാളെ പരിപാടിക്ക് വിളിച്ചാണ്, നിങ്ങളെ ക്ലാസ് ഉണ്ട് വരി എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, മൂപ്പരെ ക്ലാസ്സിന് ഞാൻ പോയില്ല. കാരണം നമ്മളെ ഇസ്ലാമിനും സലഫിയത്തിനും ഒക്കെ എതിര് സംസാരിക്കുന്ന ആളാണ് അയാൾ. അതിനെന്താ തെളിവ് വെച്ചപ്പോൾ പറഞ്ഞാണ്, അദ്ദേഹത്തിന് ഖുർആൻ ക്ലാസ്സിൽ ഒരു സ്ത്രീ വന്നപ്പോൾ മുഖം മറച്ചു വന്നപ്പോൾ മുഖം മറക്കണ്ടെന്ന് ആ സ്ത്രീയോട് പറഞ്ഞു. നമ്മളൊക്കെ നമ്മുടെ കുട്ടികളും മക്കളും എങ്ങനെയും മുഖം മറച്ച് കിട്ടിയെങ്കിൽ ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്നാണ്. അതിന് ഇസ്ലാമിലൂടെ നിർബന്ധിപ്പിക്കാൻ ഒരു ഹുക്കുമ് കാണാത്തത് കൊണ്ട്, ഒരു വിധി കാണാത്തത് കൊണ്ട് മാത്രമാണ് നിർബന്ധിക്കാത്തത്. നമ്മൾ പറഞ്ഞാൽ നിയമത്തിലുള്ളതാണെങ്കിൽ എടുത്തിട്ട് കാണിച്ചു കൊടുക്കാൻ. പുറത്തിറങ്ങി പോകുമ്പോൾ ആൾക്കാരിങ്ങനെ മുഖത്തേക്ക് തുറച്ചു നോക്കാതെക്കാൻ അതാ ഏറ്റവും നല്ലത്. ഈ ഹുക്കുമ് ഇതൊരു വിധിയായി പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ നാസറുദ്ദീൻ അൽബാനി പോലും തന്റെ ഭാര്യയും കുട്ടികളും ഒക്കെ മറച്ചിട്ടാ നടക്കരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്ര ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ ഞാനത് പറഞ്ഞു, അപ്പൊ തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് അയാൾ ചോദിക്കണം, എവിടെ വെച്ച് ആരോട് പറഞ്ഞു എന്ന് ചോദിച്ചോളൂ എന്നാണ്. ഞാൻ പരിപാടിക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും അയാളെ ഫോൺ വന്നു. അയാൾ തിരിച്ചു വിളിച്ച് ചോദിച്ചു, അഡ്രസ്സില്ല സഹോദരങ്ങളെ, പറഞ്ഞ ആൾ അഡ്രസ്സില്ല, ചോദിച്ച ആൾ അഡ്രസ്സില്ല. അപ്പൊ ഒരാളുണ്ടാക്കി പറഞ്ഞാൽ മതി, പിന്നെ ആൾക്കാർ ഏറ്റെടുത്ത് അങ്ങോട്ട് പറഞ്ഞു. എന്താ ആൾക്കാർ സൗകര്യം, എന്തൊക്കെ ആൾക്കാർ പറയുന്ന സഹോദരങ്ങളെ, ഗീരവാക്കാല കേട്ട ഒരു അടിസ്ഥാനം കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയാൻ പറ്റുമെന്നൊന്നും എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പറഞ്ഞത് പറയാൻ പറ്റുമോ, എനിക്ക് കുറ്റം കിട്ടുമെന്നൊന്നുമില്ല. അപ്പൊ ആലോചിക്കണത് ഇങ്ങനത്തെ ഒരു ഊമർ. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ്, അത് പറയാൻ കാരണം ഇന്നത്തെ സമൂഹത്തിൽ പ്രായോഗിക ഒരു മെസ്സേജ്. ആ മെസ്സേജ് എന്താ വെച്ചാൽ, കണ്ണൂർ ജില്ലയിൽ ഒരു പള്ളിയിൽ കലാപം നടന്നു, അടി നടന്നു, 5 പേർ ഹോസ്പിറ്റലിൽ നിന്നാണ് എനിക്ക് ഒരു മെസ്സേജ്. അപ്പൊ സാധാരണ മെസ്സേജ് വരുമ്പോൾ എന്താ വെച്ചാൽ, പേര് നമ്മള് ഫോണിൽ പേരില്ലാത്ത നമ്പറുകൾ എന്നാണ് വരുന്നത്. ആൾക്കാരത്തൊക്കെ 2 സിം ഉണ്ടാവും. ഇങ്ങനത്തെ എന്തെങ്കിലും മെസ്സേജ് അയക്കാൻ ഒരു സിമ്മും അവരെ കാര്യങ്ങൾക്ക് ബന്ധപ്പെടാനും പറ്റിയ അവരാണെന്ന് അറിയുന്ന ഒരു സിമ്മും ഉണ്ടാവും, വേറെ ആരെങ്കിലും പേരിലെടുത്തൊരു സിം. അപ്പൊ അതുകൊണ്ട് ആ മെസ്സേജിൽ ആളെ വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. ആ മെസ്സേജ് അയക്കണോ ഫോൺ തിരിച്ചു വിളിച്ചാൽ ഫോൺ എടുക്കൂല. അപ്പൊ ഇത് കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്തു വിചാരിച്ചാൽ, ഈ സുഹൃത്തിന്റെ പേര് ഇത് കണ്ടപ്പോ ഞാൻ ആ സുഹൃത്തിന് തിരിച്ചൊരു മെസ്സേജ് അയച്ചു. ഞാൻ അപ്പൊ തന്നെ ഞാൻ കണ്ണൂർ ജില്ലയിലെ എന്റെ സുഹൃത്തിനെ വിളിച്ചു. അവിടെ എവിടെയെങ്കിലും പള്ളിയിൽ വല്ല പ്രശ്നം ഉണ്ടായെന്ന് ഞാൻ ചോദിച്ചു. ഇല്ലാന്ന് എനിക്ക് ഉറപ്പ് വന്നു. അയാളിനോട് പറഞ്ഞു, നിങ്ങൾ ആരോടും പറഞ്ഞോളി, ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് പറയുന്നത്. ഞാൻ തിരിച്ച് ഇയാൾക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾ അയച്ച മെസ്സേജ് തെറ്റാണ്, അങ്ങനെ ഒരു വിഷയം അവിടെ ഇല്ല, നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇനി മെസ്സേജ് ഫോർവേഡ് ചെയ്യുക എന്ന് ഞാൻ അയാൾക്ക് തിരിച്ചയച്ചു. അയാള് മണിക്കൂർ തിരിച്ചു മെസ്സേജ് തന്നു, അത് എന്നെ ആരോ കബളിപ്പിച്ചതാണ്, അങ്ങനെ എനിക്കൊരു മെസ്സേജ് തന്നതാണ്, നിങ്ങൾ തിരുത്തിയതിന് നന്ദി എന്ന് പറഞ്ഞാണ് തിരിച്ചെനിക്ക് മെസ്സേജ് തന്നു. ഞാൻ മെസ്സേജ് പോകാറിഞ്ഞാൽ എന്റെ ഫോണിൽ 1250 കോണ്ടാക്ട് ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഒന്നങ്ങോട്ട് ആൾമാർക്ക് ചെയ്തിട്ട് ആണ് വിട്ടാൽ എത്ര എനിക്ക് കിട്ടുന്ന കുറ്റം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അത് വേറൊരു 10 ആള് ഓലെ ഫോണൊന്നാണ് വിട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അവസ്ഥ ചിന്തിച്ചു നോക്കി. ഞാൻ പറഞ്ഞ പഴയ കാലത്തുമാരില്ല, ഞാനൊരു നുണ പറഞ്ഞാൽ അതാ കേട്ട ഒരാളെ കേൾക്കുള്ളൂ. എന്നാൽ ഇന്ന് പറഞ്ഞാൽ ലോകം ഒട്ടുകൂടെ ഫേസ്ബുക്കും ഇന്റർനെറ്റും എല്ലാ സൗകര്യം വന്നോണ്ടെന്ന് വെച്ചാൽ, നമ്മളൊക്കെ തിന്മയുടെ നന്മക്ക് എത്രമാത്രം ഒരു ആയത്ത് നമ്മൾ മെസ്സേജ് ചെയ്താൽ ആ ആയത്തും ആശയവും എത്ര ആളുകളിലേക്ക് എത്തി നന്മ ലഭിക്കുമോ, അതേപോലെ തന്നെ ഇങ്ങനത്തെ റോങ് മെസ്സേജസ്, ആളുകളിൽ പ്രശ്നങ്ങളും ഭിന്നിപ്പുകളും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ആളുകൾ നല്ല ആലോചിക്കാം സഹോദരൻ. ഇതിന്റെ ഒക്കെ തെറ്റിന്റെ ഓരോരുത്തരും പറയുന്നതിന്റെ കുറ്റം നമ്മൾ പരലോകത്ത് ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യം എന്താണ്? കീലവക്കാൽ വകസ്റത്തു സുആൽ, അധികരിച്ച ചോദ്യം. വെറുതെ ഇങ്ങനെ ചോദിക്കുക, എന്താ ചോദിച്ചാൽ സഹോദരങ്ങളെ, ചോദിച്ചാൽ എന്താണ്? ഒരു മസാലകൾ ചോദിക്കുന്നത് മാത്രമല്ല, എന്റെ വീട്ടിലെ രഹസ്യങ്ങളും ആഭ്യന്തര കാര്യങ്ങളും മറ്റവനെ കുറിച്ചും ഇവനെ കുറിച്ചും ഒക്കെ. അപ്പൊ എന്താ ചോദ്യം ഇങ്ങനെ വരുമ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും. ചോദ്യം ഇങ്ങനെ വന്നാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകൂലേ? ആ ചോദ്യം പറയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില ആളുകൾ അധികം സംസാരിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോ ആണെന്നോ ഇല്ലാന്നോ നേരായിട്ടോ നുണയായിട്ടോ ശ്രദ്ധിക്കാതെ ഒക്കെ പറയും. അധികരിച്ച ചോദ്യം. അതേപോലെ തന്നെ കണ്ടതും കേട്ടതൊക്കെ പറയാം. ഇത് അള്ളാഹിന് ഇഷ്ടമില്ലാത്ത കാര്യം. പണം വെറുതെ നശിപ്പിച്ച് കളയാം, ഇത് അള്ളാഹിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പൊ സഹോദരങ്ങളെ, കേട്ടതൊക്കെ പറയാ, കേട്ടതൊക്കെ ഫോർവേഡ് ചെയ്യാം, കേട്ടതിനൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം, അത് അതേപോലെ വിശ്വസിക്കാം. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഇനിയൊക്കെ അടുത്ത സമൂഹത്തിൽ വലിയ കാര്യം
കഫാബിൽ മർഇ കദിബൻ, ഒരു മനുഷ്യൻ കള്ളനാവാൻ, നുണ പറഞ്ഞവനാകാൻ എന്തു മതി? ബികുല്ലി മാ സമിഅ, കേട്ടതെല്ലാം പറഞ്ഞാൽ മതി. ഫോണിൽ വന്ന മെസ്സേജസ് മുഴുവൻ ഫോർവേഡ് ചെയ്താൽ മതി അവനൊരു നുണയനാവാൻ. വന്ന മെസ്സേജ് ആരയച്ചു, എന്തയച്ചു ഒന്നുമില്ല, അത് തൊട്ടടുത്ത് എത്ര ആള് തന്റെ നമ്പറിൽ കോൺടാക്ട്സ് ഉണ്ടോ അയക്ക് മുഴുവൻ ഫോർവേഡ് ചെയ്യാം. ഈ ഹദീസിന് വേറെന്താ സഹോദരങ്ങളെ പറയാം? ഇന്നത്തെ കാലത്ത് അത്ര അർത്ഥവത്തല്ലേ ഹദീസ്? കഫാബിൽ മർഇ കദിബൻ, ഒരു മനുഷ്യൻ കളവാവാൻ എന്തു മതി? അയ്യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടതൊക്കെ പറഞ്ഞാൽ മതി. നമുക്ക് വരുന്ന വസ്തുനിഷ്ഠമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാം. ഗൗരവപരമായി ആലോചിക്കണം സഹോദരങ്ങളെ. മാത്രമല്ല കേട്ടോ, നിങ്ങൾ വളരെ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നല്ല വിശ്വാസികളും നന്മ നിറഞ്ഞവരുമായ ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ അതും ഇതുമൊക്കെ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? അവരൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആൾക്കാരേക്കാരം. വല്ല പ്രാർത്ഥനയും തിരിച്ചു വന്നാൽ സഹോദരങ്ങളെ, ഈ ഭൂമിയിലെ ജീവിതം നരകമാകാൻ അത് മതിയാവും ചിലപ്പോൾ. ഗൗരവമായി ചിന്തിച്ചോളി, പറഞ്ഞു പോകരുത് സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആൻ പ്രത്യേകം പറഞ്ഞാണ് സത്യവിശ്വാസികളെ ദ്രോഹിക്കരുത്. സത്യവിശ്വാസികളെ ദ്രോഹിക്കാനാണ് ഇന്ന് പലർക്കും കൂടുതൽ സന്തോഷം. വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത് ബിഗൈരി മക്തസബൂ ഫഖദ് ഇഹ്തമലൂ ബുഹ്താനം വ ഇസ്മം മുബീനാ. വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നവർ വാക്കുകളാൽ, ആരോപണങ്ങളാൽ, നുണകളാൽ, തേജോവധങ്ങളാൽ അവരെ ആക്ഷേപിക്കുകയും മനസ്സിനെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നവർ, ബിഗൈരി മക്തസബൂ, അവർ ചെയ്തിട്ടില്ലാത്ത കാര്യത്തിനെ അവരെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നവർ, ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നവർ, ഫഖദ് ഇഹ്തമലൂ ബുഹ്താനം വ ഇസ്മം മുബീനാ, അവർ ഏറ്റെടുത്തത്, അവർ വഹിച്ചത് കളവിനെയും വ്യക്തമായ കുറ്റത്തെയുമാകുന്നു. ഒരു പ്രത്യക്ഷമായ കുറ്റം അവൻ ചെയ്തു പറയണം. ഒരു തെറ്റവൻ ചെയ്തു, തെറ്റെന്ന് വ്യക്തമായി പറയാവുന്ന ഒരു തെറ്റ്. ആര്? സത്യവിശ്വാസികളെ ദ്രോഹിച്ച ആളുകൾ. സഹോദരങ്ങളെ, സന്ദർഭത്തിൽ പറഞ്ഞാൽ എന്ത് ഇപ്പൊ ഏറ്റവും ഗുരുതരമല്ലേ സഹോദരങ്ങളെ? ശിർക്ക് ആരോപണം എത്ര വിശാലമായിട്ട് ആൾക്കാർ പറയുന്നത്. എല്ലാവർക്കും അറിയാം, കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും അറിയാം, ഏതെങ്കിലും ഒരു പ്രതിസന്ധിയോ പ്രയാസം വരുമ്പോൾ ജിന്നിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ഒരു മനുഷ്യനും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു ഗ്രൂപ്പിലും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ സഹോദരങ്ങളെ, പ്രത്യക്ഷമായോ പരോക്ഷമായോ അത് ഈ സമൂഹത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ തൗഹീദിലേക്ക് മടങ്ങി വരണം, നിങ്ങൾ തൗഹീദ് ഒന്നുകൂടി മനസ്സിലാക്കണം, പഠിക്കണം. ഇതിങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ കേൾക്കണമെന്ന് തോന്നുന്നു, എന്തൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സഹോദരങ്ങളെ, എത്ര വലിയ ആരോപണമാണ്! നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത ആരോപണം. ഇത് വിശ്വസ്തരെന്ന് പറയുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കുകയും സാധാരണക്കാരൻ ചുണ്ടുകളെന്ന് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞോലും ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളും ചിന്തിക്കുന്നുണ്ടോ സഹോദരങ്ങളെ ഇതിന്റെ ആഴം? ഇതുകൊണ്ട് വേദനിക്കുന്ന സത്യവിശ്വാസത്തിലുണ്ട്. ഒരു വീട്ടിൽ സ്വന്തം വാപ്പാനെ കൊണ്ട് മകൻ ബുദ്ധിമുട്ടുക, മകനെ കൊണ്ട് വാപ്പ ബുദ്ധിമുട്ടുക, മരുമക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുക. സത്യവിശ്വാസികൾ തന്നെയല്ലേ ഈ പ്രയാസപ്പെടുന്നത്? ഈമാനുള്ളവർ. അവരെ ബുദ്ധിമുട്ടിക്കുന്നവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ബിഗൈരി മക്തസബു, അവർ ചെയ്യാത്ത കാര്യത്തിൽ അവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നവർ, ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നവർ, ഫഖദ് ഇഹ്തമലൂ ബുഹ്താനം വ ഇസ്മം മുബീന, അവർ വഹിച്ചിരിക്കുന്നു കളവിനെ, വ ഇസ്മം മുബീന, വ്യക്തമായ പാപത്തെയാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. അഹ്സാബ്, സൂറത്ത് അഹ്സാബിൽ 58-ാമത്തെ ആയത്ത്. സഹോദരങ്ങളെ, ചിന്തിക്കണം. നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. പിന്നെ ഈ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കുക, സുഹൃത്തുക്കളെ, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് അറിയുന്ന ഒരുത്തന്റെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലേണ്ടി വരും. എന്താ ആയത്ത് സഹോദരങ്ങളെ? അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും, അവർ വിചാരിക്കുന്നുവോ, അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും, അവരുടെ രഹസ്യങ്ങളും അവരുടെ രഹസ്യ ഗൂഢാലോചനകളും, അവരുടെ രഹസ്യങ്ങളും ഞാൻ കേൾക്കുന്നില്ലെന്നവർ വിചാരിക്കുന്നുണ്ടോ? ബലാ വറുസ്ലുനാ യക്തുബൂൻ, അതേ,
നമ്മുടെ ദൂതന്മാർ എല്ലാം എഴുതി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സ്വകാര്യ മീറ്റിംഗിലും മുഴുവൻ കാര്യം സഹോദരങ്ങളെ കൃത്യമായി പടച്ചോന്റെ റെക്കോർഡ് ഉണ്ട് എന്ന് ശരിക്കും മനസ്സിലാക്കാം. വാക്കുകളെ സൂക്ഷിച്ചോളി സഹോദരങ്ങളെ. സ്വർഗം കിട്ടാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അതിന് നമ്മുടെ സംസാരത്തിന്റെ സൂക്ഷ്മത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഹോദര, എത്ര കൃത്യമാണ്. ഞാൻ തുടക്കത്തിൽ ഒരു പാടി വെച്ചൊരു കവിത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എത്ര മനോഹരമായിട്ടാണ് ഈ ആശയത്തെ കവിത പറഞ്ഞിരിക്കുന്നത് എന്നാണ്. നിന്റെ മനുഷ്യ നാവിനെ സൂക്ഷിച്ചു. നാവുകൊണ്ട് ഇനി എന്തെങ്കിലും പറയുമ്പോഴേ ആലോചിച്ച് പറഞ്ഞാൽ മതി. ആ നാവ് എന്ന് പറഞ്ഞാൽ അതൊരു പാമ്പാണ്. അത് നിന്നെ കടിക്കാതിരിക്കട്ടെ. ഒരു പാമ്പിനെ നമ്മൾ ഏതുപോലെ പേടിക്കുന്നുവോ സഹോദരന്മാരെ, അതേപോലെ നമ്മളെ നാവിനെ നമ്മൾ പേടിക്കണം. നമ്മളെ നാവിനെ നമ്മളെ നശിപ്പിക്കുക. നാവ് നമ്മളെ നശിപ്പിക്കും സഹോദരങ്ങളെ. നാവ് നമ്മളെ കബറിക്കിടക്കിറക്കി കടത്തുമാ. ആ നാവ് നമ്മളെ കൊന്നുകളയും. നമ്മുടെ അഭിമാനത്തെ, സമൂഹത്തിലെ സ്ഥാനത്തെ, നമ്മുടെ ദീനിനെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കും നമ്മുടെ നാവ്. എന്റെ നാവിന്റെ ശക്തി ഇപ്പൊ നിങ്ങൾക്കല്ലേ? നമ്മുടെ നാവിന്റെ ശക്തി പണ്ട് സഹോദരങ്ങൾ, എന്റെ നാവിന്റെ ശക്തി പറഞ്ഞാൽ എന്റെ ശബ്ദത്തിന് ഇവിടുന്ന് ആ ചുമര് വരെ ദൂരം ഉണ്ടാവുള്ളൂ. ഇന്ന് എന്റെ മൊബൈലിൽ ഞാൻ നമ്പർ റിങ് ചെയ്താൽ ഗൾഫിൽ കിടക്കുന്നവരോട് എനിക്ക് സംസാരിക്കാം. എന്റെ നാവിന്റെ ശക്തിയാണ്. ശക്തി കൂടി നാവിന്. ഒരാളോടല്ല, 100 ആളോട് സംസാരിക്കാം. അത്ര ശക്തി നമ്മുടെ നാവ് കൊന്നുകളയുന്നു. നമ്മുടെ ദീനെ നശിപ്പിക്കും, ജീവിതത്തെ നശിപ്പിക്കും സഹോദരൻ. യാതൊരു സംശയമാണ്. കൂട്ടായ്മകളും കൂട്ടുകെട്ടുകളും ആളുകളും ഒക്കെ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ കൊള്ളുന്ന എല്ലാ ആൾക്കാരും കൊന്നുകളയും. മക്ബറകളിൽ എത്ര ആളുകളുടെ കബറുകളിൽ സ്വന്തം നാവിന്റെ കടിയേറ്റ് മരിച്ചുപോയവർ എത്ര ആൾക്കാരുണ്ട്? നാവിന്റെ ദോഷം കൊണ്ട് മരിച്ച് മണ്ണടിയേണ്ടി വന്നവർ എത്രയുണ്ട് എന്നാണ്. ആ നാവിന്റെ കടിണ്ടല്ലോ, അത് വലിയ വലിയ ധീരന്മാർക്ക് പോലും പേടിയാണെന്നാണ് സഹോദരൻ. വാളിന്റെ മുന്നിൽ പേടിക്കാത്തവനും, കുന്തത്തിന്റെ മുന്നിൽ പേടിക്കാത്തവനും, തോക്കിന്റെ മുന്നിൽ പേടിക്കാത്തവനും നാവിന്റെ മുന്നിൽ പേടിക്കും. കരഞ്ഞു പോകും നമ്മൾ. ചില ആൾക്കാരെ നാവിന്റെ ഉപദ്രവങ്ങൾക്ക് മുന്നിൽ നമ്മൾ കരഞ്ഞു പോകും. മനസ്സിലായില്ലേ? അത്ര ശക്തി ഉണ്ട് നാവ്. നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ നാവ് ആരെയും കൊല്ലാതിരിക്കട്ടെ. നമ്മുടെ നാവ് നമ്മെ തന്നെ നശിപ്പിക്കാതിരിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം സഹോദരങ്ങളെ. അധികമൊന്നും പറയില്ല. ഒരു ഹദീസ് കൂടി വായിക്കാം, അത് മാത്രം മതി. നമുക്കറിയാം പറയേണ്ടതും പറയേണ്ടാത്തതൊക്കെ. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മുടെ നാവ് നാളെ പരലോകത്തേക്ക് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നൽ മുഫ്ലിസ്, പാപ്പിർ എന്ന് പറഞ്ഞ സഹോദരങ്ങളെ, ഇന്നലെ കാറുകൊണ്ടും വീടുകൊണ്ടും 4 നില ബിൽഡിംഗ് കൊണ്ടും 10 സ്ഥലത്ത് 30 ഏക്കർ സ്ഥലം കൊണ്ടും ജീവിച്ചിട്ട് ഇപ്പൊ അവസാനം ഒരു മഞ്ചേരി അങ്ങാടിയിൽ ഒരു മൂലക്ക് ഒരു വാടകപ്പെരക്ക് വാങ്ങി, ഒരു ചെറിയ കൊട്ടയും വാങ്ങി, ചെറിയ എന്തെങ്കിലും ബിസിനസ് റോഡരികെ ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുത്തനല്ല. പിന്നെ ആരാ സഹോദരങ്ങളെ? ആരാ പാപ്പിർ എന്ന് പറഞ്ഞാൽ? ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട മുഫ്ലിസീങ്ങളുണ്ട് സഹോദരങ്ങളെ. മുഫ്ലിസീങ്ങൾ എല്ലാ നന്മകളുടെയും മുന്നിൽ നിന്ന്, എല്ലാറ്റിന്റെയും സുന്നത്തിന്റെയും എല്ലാറ്റിന്റെയും ആളായി മുന്നിൽ നടന്ന് അവസാനം ഒന്നുമില്ലാതെ പോണ കുറച്ച് സാധുക്കളുണ്ട്. ആരാ സഹോദരങ്ങളെ? അവൻ പരലോകത്ത് വരും. നിസ്കരിച്ചും നോമ്പ് നോറ്റും സക്കാത്ത് കൊടുത്തും ഒക്കെ തന്നെ വരിക. അല്ലാത്തൊരൊന്നല്ല ഇതിന്റെ ആൾക്കാർ. എന്നിട്ട് പരലോകത്ത് വരും. എന്നിട്ട് ഇന്നവനെ അവൻ ചീത്ത പറഞ്ഞു. പിന്നെയോ ഇന്നവനെ പറ്റി ആരോപണം പറഞ്ഞു. തന്നെയല്ലേ സഹോദരങ്ങളെ? ചീത്ത പറയാ, ഒരുത്തരെ കുറിച്ച് മോശപ്പെട്ട വർത്തമാനങ്ങൾ പറയാ, അതേപോലെ തന്നെ ആരോപണങ്ങൾ പറയാ. പിന്നെ ഇന്നവന്റെ സ്വത്തുക്കളെ അവൻ തിന്നു. ഇന്നവന്റെ രക്തം അവൻ ചിന്തി. ഇന്നവനെ അവൻ അടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യും? അവന്റെ നന്മകളിൽ നിന്നും എടുത്തിട്ട് അങ്ങനെ കൊടുക്കും. ഈ സാധു ഇതുവരെ ചെയ്ത നന്മകളൊക്കെ ഉണ്ടല്ലോ, ഓരോന്നും ഓൻ ചീത്ത പറഞ്ഞോന് അവന്റെ നന്മയിൽ നിന്ന്, ഇവൻ അടിച്ചോന് അവന്റെ നന്മയിൽ നിന്ന്, അവന്റെ ദ്രോഹങ്ങൾ കേട്ടോൽക്കൊക്കെ അവന്റെ നന്മകളിൽ നിന്ന് എടുത്തു കൊടുക്കും. നന്മകൾ മുഴുവൻ തീർന്നു പോയാൽ അവന്റെ പേരിൽ വിധിക്കപ്പെടുന്ന കാര്യത്തിന് മുമ്പ് അവന്റെ നന്മയൊക്കെ കഴിഞ്ഞു പോയാൽ അവിടെ തെറ്റുകളിൽ നിന്നും എടുക്കപ്പെടും. പിന്നെ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന, നേരെ നരകത്തേക്കാണ് പോകുക.
സഹോദരങ്ങൾ, ഇത് വെന്താ ഇതിൽ ഏറ്റവും പ്രധാനം നോക്കുന്ന നാവല്ലേ. ചീത്ത പറയൽ എന്തുകൊണ്ടാ? നാവുകൊണ്ട്. ആരോപണം പറയൽ എന്തുകൊണ്ടാ? നാവുകൊണ്ട് അല്ലെ. അന്യന്റെ സ്വത്ത് അന്യായമായി തിന്നണമെങ്കിൽ നാവ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ആ പരിപാടി നടത്തുന്നത്. സഹോദരങ്ങളെ, പരലോകത്ത് പാപ്പറാകാൻ നിൽക്കണം. ദുനിയാവിൽ വലിയ വലിയ നന്മയുടെ ആളുകളും പ്രതീകങ്ങളുമായി ജീവിച്ചിട്ട് പരലോകത്ത് മാനക്കെടാൻ പോകുന്ന എന്തിനാ സഹോദരങ്ങളെ? നമ്മുടെ നാവുകളെ നമ്മൾ ഗൗരവത്തോടെ സൂക്ഷിക്കുക. നമ്മുടെ ഓരോ വാക്കുകളും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട് അതിലെ നന്മകളും തിന്മകളും പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഒരു 70-80 കൊല്ലത്തെ വർത്താനം മുഴുവൻ പരലോകത്ത് വെച്ച് ഹിസാബിനെടുത്തിട്ട് അയിത്ത നന്മയും തിന്മയും നോക്കിയാൽ സഹോദരങ്ങളെ, നാളെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ വഴി എളുപ്പമാവുക എന്ന് നമ്മൾ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സ്വർഗമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതാണ്. ധാരാളം സഹോദരങ്ങളെ, സമയം എന്തിനു നമ്മൾ നോക്കുക? കളയുന്ന സമയം. എന്തിന് നമ്മൾ ഫോൺ ചെയ്ത് പൈസ കളയണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ നന്മകളുണ്ട്. നന്മകൾക്കുള്ള സമയം ഒന്ന്, ആരെ കണ്ടാലും ഒരു നന്മയുടെ വാർത്തയാണ്. അതല്ലേ സഹോദരങ്ങളെ? ഞാൻ ഇവിടുന്ന് പോണൊരു ബസ്സിൽ അവിടെ പെരിന്തൽമണ്ണ കോളേജിൽ പഠിക്കാൻ പോകുന്ന ഒരു പയ്യനുണ്ട്. അപ്പൊ അവൻ എന്നും ഒരേ ബസ്സിനാണ് പോകുന്നത്. ബസ്സിന് പോണ സമയത്ത് അവിടുത്തെ കണ്ടക്ടറെ പരിചയപ്പെട്ടു. ബസ്സിലെ കണ്ടക്ടർ ഇങ്ങനെ പരിചയപ്പെടും. അവന് ഓരോരോ ദീനിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. തിരക്കില് ആ പിരിവിന്റെ ഇടയിൽ കൂടി എപ്പോഴെങ്കിലും ഒക്കെ അടുത്ത് വരുമ്പോൾ ലോകം പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചില കാര്യം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുത്തെന്ന് വെച്ചാൽ ഒരു ദിവസം അവൻ ബസ്സിൽ നിന്ന് ഇറങ്ങി, അതേ സ്റ്റോപ്പിലാണ് ഞാനും ഇറങ്ങി. ഞാനുണ്ട് ഇറങ്ങിയപ്പോ കണ്ടക്ടർ ചെക്കറോട് പറയുന്നുണ്ട്, ഓന്നെ ദീന് കൂട്ടാൻ നടക്കുകയാണ്. മനസ്സിലായി? ഓൻ കേൾക്കാതെ പറയണ ഓന്നെ ദീന് കൂട്ടാൻ നടക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം. എന്താ വെച്ചാൽ ഓന്നെങ്ങനെ ദേവത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അർത്ഥം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ പറയേണ്ടത് നമുക്കൊക്കെ നമ്മളെ പെണ്ണുങ്ങളോടൊക്കെ പറയേണ്ടത്. ഇനി എത്ര വർത്തമാനം ഇന്നത്തെ ഒരു ദിവസം ഈ ക്ലാസ്സിന് വന്നിട്ടില്ലെങ്കിൽ ഈ ഒരു മണിക്കൂർ നേരത്തെ വർത്തമാനം നമുക്ക് പറഞ്ഞു. 2500 ഉറുപ്പിക എടുത്താൽ പോർട്ടബിൾ DVD കിട്ടും. പോർട്ടബിൾ DVD 2500 ഉറുപ്പിക എടുത്താൽ കിട്ടും. ഒരു സുഖമായിട്ട്. ഇപ്പൊ ചൈനന്റെ സാധനമൊക്കെ നാട്ടിൽ കിട്ടും. അപ്പൊ ഒന്ന് കൊണ്ടുപോയി വെച്ചാൽ എന്തായാലും നല്ല സീഡ് ഇട്ടാല് ഇപ്പൊ നല്ല വീഡിയോട് കൂടെ തന്നെ സാധനം കാണാൻ പറ്റും. ഒരു പ്രശ്നമല്ല. കണ്ടോടെ സഹോദരങ്ങളെ, വർത്താനം നമ്മൾ ജോലിക്ക് പോണ സമയത്ത് പെണ്ണുങ്ങൾക്ക് അത് കൊണ്ടുപോയിട്ടാൽ കുറേ വർത്താനം അവൾ നിർത്തിയിട്ടുണ്ടാവും. അയലോക്കാരുടെ ആൾക്കാരോടൊക്കെ ഒരു ദിവസത്തിൽ 1 മണിക്കൂർ പ്രസംഗം കേൾക്കുമ്പോൾ ഉണ്ടാക്കൂലേ? ആ കേൾക്കണമെങ്കിൽ ഉണ്ടാക്കണ്ടേ സഹോദരങ്ങളെ? എന്താ വെച്ചാൽ നല്ലത് ആളുകളോട് ദാവത്ത് നടത്തുക. അത് നമ്മളെ വർത്താനങ്ങൾ നിയന്ത്രിക്കാൻ നല്ലൊരു മാർഗ്ഗമാണ് ദാവത്ത്. അതേപോലെ സഹോദരങ്ങൾ, ഖുർആൻ മനഃപ്പാടമാക്കാൻ ശ്രമിക്കുക. നല്ലൊരു പരിപാടി. നാവിനൊരു പണി കൊടുക്കുക. ഖുർആൻ മനഃപ്പാടമാക്കാൻ ശ്രമിക്കുക. ഏവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ നന്മകൾ നമുക്ക് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ ദിക്ർ, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഒരു വാക്കിന് എത്ര സഹോദരങ്ങൾ പ്രതിഫലം. കടലിലെ നുരകളോളം പാപങ്ങളുടെ പൊറുക്കപ്പെടും. അസ്തഗ്ഫിറുല്ലാഹ് 100 വട്ടം 70 വട്ടം റസൂലുള്ളാഹി പറഞ്ഞു. ഇസ്തിഗ്ഫാർ നടത്തിയാൽ പാപങ്ങൾ പൊറുക്കപ്പെടുക മാത്രമല്ല സഹോദരങ്ങളെ, വിപത്തുക്കൾ നീങ്ങി കിട്ടും, പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടും. എന്തൊക്കെ ഗുണങ്ങളുണ്ട്. ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ അറിയാത്ത ആൾക്കാരുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 വട്ടം രാവിലെ, 100 വട്ടം വൈകുന്നേരം. സഹോദരങ്ങളെ, നന്മകൾ വർദ്ധിപ്പിക്കും. ആളുകൾ മുഴുവനും ഫസാദിനും കുഴപ്പത്തിനും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ആളുകൾക്ക് അതാണ് ഇഷ്ടം. എല്ലാം ശാന്തമായും സമാധാനത്തോടെയും പോണത് കാണുന്നത് ഇഷ്ടമില്ലാത്ത ചില മനസ്സുകളുണ്ട്. നമ്മള് നന്മയാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാലോ, നമ്മുടെ ഈ ദീനി ദാവത്ത് കൊണ്ട് ആളുകൾ നമ്മളെ കുറിച്ച് എന്ത് പറഞ്ഞോട്ടെ. നമ്മുടെ ഗ്രൂപ്പ് ശക്തമാണെന്ന് തെളിയിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ ആളുകളിൽ നിന്ന് വിട്ടു നിന്നാൽ ഞങ്ങൾ ഒരു ഭയങ്കര സംഘമാകുമെന്ന് പറയാനോ, ആളുകളെ നേതാക്കളാക്കാനോ ഒന്നുമല്ല നമ്മൾ ഒരുമിച്ച് കൂടി. അങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞോട്ടെ. നമ്മളെ മനസ്സ് അങ്ങനെയാണെന്ന് അവർ വ്യാഖ്യാനിച്ചോട്ടെ, നമുക്ക് പ്രശ്നമില്ല. ആത്മാർത്ഥമായി നമ്മൾ നടത്തുന്ന ഈ ദീനി മുന്നേറ്റ സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികൾക്കും മക്കൾക്കും എല്ലാവർക്കും ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. അല്ല, നമുക്കൊരു ഉദ്ദേശമില്ല. ഈ മഹത്തായ ദഅവത്ത് ഇവിടെ ശക്തമായി മുന്നോട്ട് പോകുന്നത് ഈ കൂട്ടായ്മ കൊണ്ടാണ്. അതുകൊണ്ട് ഈ കൂട്ടായ്മനെ എല്ലാവർക്കും പേടിയാണ്. ഉള്ളുന്നും പുറത്തുനിന്നൊക്കെ ഈ കൂട്ടായ്മകളെ നശിപ്പിക്കാനുള്ള ശക്തമായ ശ്രമം നടക്കുന്ന സഹോദരങ്ങൾ. നല്ല ഭാവത്തിലും നല്ല രൂപത്തിലുമാണ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ഒരു ഐക്യത്തിൽ ഈ പിരിച്ചുവിട്ടവരും പുറത്താക്കപ്പെട്ടവരും നിന്നു എന്ന് പറയുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. എങ്ങനെ ഇവരിത് നടത്തുമെന്നാണ്. ഒരു വലിയൊരു തെരഞ്ഞെടുപ്പും നേതൃത്വവും അങ്ങനെ വലിയ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഉദ്ഘാടനം ചെയ്യാനും എഴുന്നള്ളിക്കാനൊന്നും ഇല്ലാതെ എങ്ങനെ ഇത് നടത്തിയത് സഹോദരങ്ങളെ? നമ്മുടെ നിഷ്കളങ്കരായ പ്രവർത്തകന്മാരുടെ കൂടിയാലോചന എല്ലാം കൂടിയാലോചിച്ചും ചിന്തിച്ചും ആലോചിച്ചും ആസൂത്രണം ചെയ്ത് തന്നെ നടത്തിയത്. എത്രയോ സ്ഥലങ്ങളിൽ പള്ളിക്ക് സ്ഥലം വാങ്ങി, വെറുതെ വാങ്ങിയല്ല, നമ്മളൊക്കെ ആലോചിച്ചും ചിന്തിച്ചും പരസ്പരം സഹായിച്ചു വാങ്ങിയത്. ഇന്ത്യയിൽ തന്നെ പ്രശസ്തമായ ഒരു സ്ഥാപനം നമ്മൾ ജാമിയത്തുൽ ഹിന്ദ് പേരിൽ ഉണ്ടാക്കി. ഒക്കെ നമ്മൾ ആലോചിച്ചും കൂട്ടായ്മയിലും നല്ലോം ചിന്തിച്ചും ആഴ്ചക്ക് 4, 5, 6 മീറ്റിങ്ങിന് രാവും പകലും ഇരുന്നിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയത്. വേറൊന്നുമല്ല ഉണ്ടാക്കി. എനിക്ക് നല്ല അധ്വാനമുണ്ട്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും വിലപ്പെട്ട പണം തന്നിട്ടുണ്ടായി. നല്ല ഒരു ശക്തമായ കൂട്ടായ്മ നല്ലോണം തോളോട് തോർന്ന് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് സഹോദരങ്ങളെ.
ആ ശക്തി ഇവിടെ ആളുകൾക്ക് അറിയാൻ പറ്റും. എല്ലാ ഔദ്യോഗിക പട്ടങ്ങളുണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത പ്രബോധന രംഗത്ത് പതച്ചു നിൽക്കുന്നവർക്ക് ഭയമാണ്. അതുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് സഹോദരൻ നല്ലൊരു കൂട്ടായ്മ അതിശക്തമായി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും. പ്രാർത്ഥിച്ചാൽ മതി. എനിക്കൊക്കെ ഉള്ള വിശ്വാസം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും മനസ്സിലാക്കി, അള്ളാഹുവിന്റെ ദീനിൽ നമുക്ക് ഇഖ്ലാസ് ഉണ്ടോ സഹോദരങ്ങളെ, ശൈത്താനെ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇഖ്ലാസ് ഉള്ള ഒരാളെയും ഒരു സമൂഹത്തെയും ഒന്നും ചെയ്യാൻ ശൈത്താൻ പറ്റും. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു പക്ഷേ കേരളത്തിൽ തന്നെ നടക്കുന്ന ഏറ്റവും വലിയൊരു പ്രോഫ്കോൺ ആണ് പത്തനംതിട്ട നടക്കാൻ പോകുന്നത്. നിങ്ങൾ കുട്ടികൾ ആരെങ്കിലും പ്രൊഫഷണൽ ആയിട്ട് എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ പഠിക്കണമെങ്കിൽ ചേർക്കണം. എന്താ വെച്ചാൽ ഇപ്രാവശ്യം പിന്നെ ലോകാടിസ്ഥാനത്തിൽ തന്നെ കുട്ടികൾ വരുന്നുണ്ട്. ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു ഇംഗ്ലീഷ് സെഷൻ 3 ദിവസം മറ്റു വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായി വെക്കാൻ പോകുന്ന സഹോദരങ്ങൾ. വെറുതെ ആളുകൾ ഓരോന്ന് പറയാം. നമ്മൾ പിന്നെ ആ ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ഒന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ ഈ ദഅ്വാ രംഗത്ത് നമ്മുടെ ആത്മാർത്ഥമായ ലക്ഷ്യത്തെ മുൻനിർത്തി നിങ്ങളെല്ലാവരും പ്രബോധന രംഗത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാകണം. അൽഹംദുലില്ലാ, ഈ സന്ദർഭത്തിൽ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. നമ്മളുടെ ഈ പ്രവർത്തനം, ഈ പരിപാടി ഇവിടെ ഇതുവരെയും നിലക്കാതെ മുന്നോട്ട് പോയി എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. പക്ഷെ എനിക്കൊരു അഭിപ്രായമുണ്ട്, നമ്മുടെ ഈ കേൾക്കാൻ വരുന്ന ആളുകളിൽ നിന്ന് കുറച്ചും കൂടി ഒരു ശതമാനം ആളുകൾ ഇതിന്റെ സംഘാടനത്തിൽ കൂടെ ഒരു പങ്ക് വഹിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം നമ്മൾ ഇതിന്റെ പബ്ലിസിറ്റികൾ ആളുകൾക്ക് കൊടുക്കാനും ആളുകളെ വീടുകളിൽ കയറി വിളിക്കാനും അവരെ വാഹനത്തിൽ കൊണ്ടുവരാനും ഇവിടെ വിശാലമായ സ്ഥലമാണ്. എത്രയാണ് ഈ മുറ്റം ദൈർഘ്യമുള്ളത്. നല്ല വിഷയങ്ങൾ കൊടുത്തതിനെ പറ്റി നല്ല ലഘുലേഖകൾ അടിച്ച് ആളുകളൊക്കെ മഞ്ചേരി ആകുമ്പോൾ എല്ലാവരും വരും. മഞ്ചേരി ടൗണിലാകുമ്പോൾ എല്ലാ ആളുകളും വരും. ഈ പരിസരത്തുള്ള എല്ലാ പ്രദേശങ്ങൾക്കും ഒരു കേന്ദ്രമാക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുകൊണ്ട് അടുത്ത ഈ വാർഷികത്തോടനുബന്ധിച്ച് അടുത്ത വിജ്ഞാനവേദി കുറച്ച് നേരത്തെ തന്നെ അനൗൺസ് ചെയ്ത് അതിന്റെ ഹിൻസൊക്കെ ഒരു നോട്ടീസാക്കി പോസ്റ്ററുകളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് എല്ലായിടത്തും വളരെ ഭംഗിയായി ഗംഭീരമായ ഒരു സംഗമമായി അടുത്ത കുടുംബ വിജ്ഞാനവേദികൾ നടക്കണം. പൂർവോപരി ശക്തിയായിക്കൊണ്ട് ഇതിന്റെ തുടക്ക സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു. ഇതിനൊന്നും സ്ഥലം മതിയാകാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ ഒരവസ്ഥ തിരിച്ചു കൊണ്ടുവരാൻ ഒരു പക്ഷേ നിങ്ങളൊക്കെ ശ്രമിച്ചാൽ പറ്റും. ഏതായിരുന്നാലും ഇതിന്റെ സംഘാടകർ ചെയ്തത് വലിയൊരു നന്മയാണ്. 6 വർഷവും ഇത് മുടങ്ങാതെ കൊണ്ടെടുക്കാറുണ്ട് വളരെ വലിയൊരു കാര്യമാണ്. സഹോദരങ്ങളെ, ഈ നന്മയുടെ കൂട്ടായ്മയിൽ നിലനിൽക്കുവാനും മരണം വരെ ഈ സമാധാനത്തിന്റെയും തൗഹീദിന്റെയും വീതിയിൽ അടിച്ചുറച്ചു നിൽക്കുവാനും അള്ളാഹുവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ ഈ കൂട്ടായ്മയും നന്മയെയും അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു ഇതിന് തൗഫീഖ് പ്രദാനം ചെയ്യണമേ നാഥ. ഞങ്ങൾ എന്തെങ്കിലും അപാകതകൾ വന്നു പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പുറത്ത് മാപ്പാക്കി തരണമേ രക്ഷിതാവേ. ഈ കൂട്ടായ്മയെയും ഈ മുന്നോട്ട് പോക്കിനെയും പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ നീ പരാജയപ്പെടുത്തണമേ നാഥ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറ മുഖാമ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.